ഏറ്റവും സ്നേഹം നിറഞ്ഞ സദസ്സിന് നമസ്കാരം. ഇവിടെ സംസാരിക്കുന്ന വിഷയം നോർമൽ, ബൈനറി ഓർ ബിയോണ്ട് എന്ന വിഷയമാണ്. മനുഷ്യ ലൈംഗികതയെപ്പറ്റി ശാസ്ത്രീയമായി സയൻസികമായ ഒരു പരിശോധനയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബൈനറി, ദ്വന്ദ്ങ്ങളുടെ രാഷ്ട്രീയം. ആണ് പെണ്ണ്, ആണിന് പെണ്ണിനോട് ലൈംഗിക അഭിരുചി. ഈ രീതിയിൽ മാത്രം മനുഷ്യൻ്റെ ലൈംഗികതയെ ചുരുക്കി എഴുതാൻ, റെഡ്യൂസ് ചെയ്യാൻ സാധ്യമാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ആദ്യമേ പറയുന്നു അത് സാധ്യമല്ല എന്നത്. അതായത് ഈ പ്രസൻറ്റേഷൻ്റെ ഒരു രത്നചുരുക്കം ആദ്യത്തെ സ്ലൈഡിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ഈ വിഷയത്തിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ സെക്ഷുവാലിറ്റിയെ നമ്മൾ പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു രഹസ്യ കോഡാണ് സോജീസെക് എന്ന് പറയുന്നത്. സോജീസെക് എന്താണ് സോജീസെക്കിൽ പറയുന്നത്? അതിൽ SO എന്ന് പറയുന്ന ഭാഗങ്ങളിൽ നിൽക്കുന്നത് സെക്ഷൽ ഓറിയൻറ്റേഷനെ പറ്റിയാണ്. ലൈംഗിക അഭിരുചി, ഒരു വ്യക്തിയുടെ പ്രാഥമിക ലൈംഗിക താല്പര്യം അല്ലെങ്കിൽ പ്രിഫറൻസ് എന്ന് പറയുന്നത് ആരോടാണ് തോന്നുന്നത്, ഏത് വ്യക്തിയോടാണ്? തന്നെ പോലെയുള്ള ജെൻഡർ ഐഡൻറ്റിറ്റി ഉള്ള വ്യക്തികളോടാണോ, തന്നിൽ നിന്ന് വ്യത്യസ്തമായ ജെൻഡർ ഐഡൻറ്റിറ്റി ഉള്ള വ്യക്തികളോടാണോ? ഇതാണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ SO എന്നുള്ള ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് ജെൻഡർ ഐഡൻറ്റിറ്റി. എന്താണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്? എന്താണ് നിങ്ങളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി? എന്താണ് നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് തനതായി സ്വയം തോന്നുന്ന, വളരെ ഇന്നേറ്റ് ആയിട്ട് ആന്തരികമായി സ്വയം തോന്നുന്ന ഒരു വികാരമാണ് ഞാൻ ഇന്ന ജെൻഡറിലാണ് ജനിക്കുന്നത്, ഞാൻ ഇന്ന ജെൻഡറിലാണ്, ഇന്ന ജെൻഡറിലല്ല എന്നൊക്കെ സ്വയം തോന്നുന്ന ചിന്തയാണ് നമ്മൾ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ജെൻഡർ എക്സ്പ്രഷൻ? ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുമ്പം അതിനൊരു സാമൂഹ്യ മണ്ഡലം കൂടി വരികയാണ്. അതായത് ഒരുപക്ഷെ 2023 കേരളത്തിൽ ജനിച്ച് ജീവിക്കുന്ന ലെറ്റ്സ് സേ സ്വയം ഫീമെയിൽ എന്ന് കരുതുന്ന ഒരു വ്യക്തിയുടെ ജെൻഡർ എക്സ്പ്രഷൻ തന്നെ ആവണമെന്നില്ല മറ്റൊരു കാലഘട്ടത്തിൽ മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്ന മറ്റൊരു വ്യക്തിക്ക്. സോ ജെൻഡർ ഐഡൻറ്റിറ്റി എന്നത് ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ആന്തരികമായ ചിന്താഗതിയാണ്, മനസ്സിലാക്കലാണ്, വളരെ പേഴ്സണലായിട്ട് ഒന്നാണെങ്കിൽ ജെൻഡർ എക്സ്പ്രഷനിലേക്ക് വരുമ്പോഴത്തേന് അതൊരു സാമൂഹ്യ ചുറ്റുപാടിൽ എങ്ങനെയാണ് അത് പ്രകടനമാകുന്നത് എന്നുള്ള തലത്തിലേക്ക് ഇത് മാറുകയാണ്. ഓക്കെ, ദെൻ സെക്സ് ക്യാരക്ടറിസ്റ്റിക്. ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ബയോളജിക്കലായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ബയോളജിക്കൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ശാരീരികമായ പ്രത്യേകതകളെയാണ് സെക്സ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ സോജീസൊക്കെ എല്ലാ മനുഷ്യരിലും ഒരുപോലെ ആവണമെന്നില്ല, സ്വാഭാവികമായി എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ഇതിൽ എല്ലാവരിലും ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ പൊതുവേ നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേന് സോജീസെക്കുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേന് പൊതുവെ അല്ലെങ്കിൽ നമ്മൾ കാലാകാലങ്ങളായി നമ്മുടെ സമൂഹമാണെങ്കിൽ യഥാർത്ഥ കാര്യങ്ങളെ, റിയാലിറ്റീനെ വളരെ വളരെ ചുരുക്കി എഴുതിക്കൊണ്ട് ഒരു ബൈനറി ടേംസിൽ ചിന്താഗതിയെ ലിമിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഉൾക്കൊള്ളാൻ സാധ്യമാവാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള ജെൻഡർ ഓറിയൻറ്റേഷൻസ്, സെക്ഷൽ ഓറിയൻറ്റേഷൻസ് ആയിരിക്കാം, ജെൻഡർ ഐഡൻറ്റിറ്റി ആയിരിക്കാം, അതിൻ്റെ എക്സ്പ്രഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ശാരീരിക പ്രത്യേകതകളായിരിക്കാം. അപ്പം ഇത്തരം കാര്യങ്ങൾ ചില മനുഷ്യർക്ക് ഈ പരിമിതിയുടെ ഉള്ളിലേക്ക് ലിമിറ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയായിരുന്നു ഞാൻ പറയുന്ന പ്രസൻറ്റേഷൻ്റെ ഒരു ബേസിക് പ്രിമൈസസ് ഇതാണ്. ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ ജീവലോകത്തിൽ ഒരു സ്വാഭാവിക സോ കോൾ നോർമൽ റീപ്രൊഡക്ഷന് എത്ര തരത്തിലുള്ള പേരൻസ് ആവശ്യമാണ്, എത്ര തരത്തിലുള്ള പേരൻസ് വേണം ഒരു സോ കോൾഡ് നോർമൽ റീപ്രൊഡക്ഷൻ നടക്കാൻ? എനി ഗസ്? ആരെങ്കിലും പറയോ? ഒരു സ്വാഭാവികമായി ലിവിങ് വേൾഡിൽ ഒരു റീപ്രൊഡക്ഷൻ നടക്കാൻ എത്ര പേരൻസ് വേണം? 2 പേരൻസ്. ഓക്കെ, എല്ലാവരും 2 എന്നാണ് പറയുന്നത്. അപ്പോൾ 2 അല്ലാത്തതൊന്നും സ്വാഭാവികമായിട്ട് ജീവലോകത്തിൽ, മനുഷ്യരുടെ മാത്രമല്ല മൊത്തത്തിലുള്ള ജീവലോകത്തിൽ സോ കോൾ സ്വാഭാവിക നോർമൽ റീപ്രൊഡക്ഷൻ സാധ്യമല്ല എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ലിവിങ് വേൾഡിൽ അല്ലെങ്കിൽ ജീവലോകത്തിലെ വലിയൊരു ഭൂരിപക്ഷം ജീവജാലങ്ങളും ഒറ്റ പേരൻറ്റിൽ നിന്ന് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഒരു പേരൻറ്റേ ഉള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ബാക്ടീരിയകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ജീവജാലം 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. മറ്റ് ചില തരത്തിലുള്ള ഏകകോശ ജീവികൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫിഷനുണ്ട്. ഒരേ പേരൻറ്റിൽ നിന്ന് കുറേ 10ഉം 20ഉം ഒക്കെ പ്രോജനീസ് അല്ലെങ്കിൽ കുട്ടികൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ചെടികളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില പൂപ്പലുകളെ, ഫംഗസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബഡ്ഡിങ് എന്ന് പറയും. ചില ജീവജാലങ്ങളുടെ ശരീരം മുറിഞ്ഞു മാറിയാൽ ഓരോ കഷ്ണങ്ങളും പുതിയൊരു ജീവജാലമായിട്ട് മാറും. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയും. ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള രീതിയിൽ ഒറ്റ പേരൻറ്റിൽ നിന്ന്, ഒരേ ഒരു പേരൻറ്റിൽ നിന്ന് ഒരുപാട് രീതിയിൽ വ്യത്യസ്തമായ തലങ്ങളിൽ
കുട്ടികൾ ജനിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 പേരൻറ്റ് വേണം. സോ കോൾ നോർമൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ജീവലോകത്തെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടോ, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്. നമ്മൾ ചിന്താഗതി ഇങ്ങനെ ഓക്കെ നോർമൽ ഈസ് 2, അങ്ങനെയല്ല. ഇനി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എസ് സെക്ഷൽ, ഒറ്റ പേരൻറ്റിൽ നിന്ന് ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്നതിനാണ് എസ് സെക്ഷൽ, അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ലൈംഗിക പ്രത്യുൽപാദനം, അതിലേക്ക് വരിക. ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ജീവജാലങ്ങളിൽ എത്ര തരത്തിലുള്ള സെക്സുകൾ കാണും? സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവജാലങ്ങൾ ലിവിങ് വേൾഡിൽ എത്ര തരത്തിലുള്ള സെക്സുകൾ കാണും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. എത്ര തരത്തിലുള്ള സെക്സുകൾ കാണും? സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നിലധികം പേരൻസ് പ്രത്യുൽപാദനത്തിന് ആവശ്യമായ ഓർഗാനിസങ്ങളിൽ എത്ര തരത്തിലുള്ള സെക്സുകൾ കാണും ഒരു സ്പീഷീസിൽ? ചുമ്മാ ഗസ് ചെയ്യും, നേരത്തെ ഗസ് ചെയ്തല്ലേ. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നിൽ കൂടുതൽ ഞാൻ പറഞ്ഞു. 2 എല്ലായിടത്തും 2 ആയിരിക്കുമോ? എല്ലായിടത്തും 2 അല്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് നമ്മൾ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ഫംഗസിലേക്ക് നോക്കുന്ന സമയത്ത് സെക്സ് എന്നത് നമ്മൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട് ബയോളജിക്കൽ സെക്സ് എന്നതിന് ഇക്വലൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് മീറ്റിംഗ് ടൈപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഏകകോശ ജീവിയാണ് ടെട്രാഹൈംനോ തെർമിഫില എന്ന് പറയുന്ന ജീവജാലം. ഈ ജീവജാലത്തിൽ 7 തരത്തിലുള്ള ബയോളജിക്കൽ സെക്സ് ഉണ്ട്. 7 തരത്തിലുള്ള ബയോളജിക്കൽ സെക്സ് ഒരൊറ്റൊരു ജീവജാലത്തിലുണ്ട്. അപ്പോൾ ഇവയ്ക്ക് ഒരു ബയോളജിക്കൽ സെക്സ് അല്ലെങ്കിൽ മീറ്റിംഗ് ടൈപ്പിലുള്ള ആൾക്ക് മറ്റൊരു തരത്തിലുള്ള ആളുമായിട്ട് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം 7 തരത്തിലുണ്ട്. ഇനി നമ്മൾ ചില ഫംഗൽ ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇൻകാപ്പ് മഷ്റൂം എന്നൊക്കെ വിളിക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 143 തരത്തിലുള്ള ബയോളജിക്കൽ സെക്സ് ഉണ്ട്. 143 തരത്തിലുള്ള ബയോളജിക്കൽ സെക്സ് ഉണ്ട്. മറ്റൊരു ഏറ്റവും കൂടുതൽ ഈ മീറ്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ സെക്ഷൽ വെറൈറ്റീസ് ഉണ്ടെന്ന് പറയുന്ന മറ്റൊരു ഫംഗസ് ആണ്, അല്ലെങ്കിൽ ഒരു പൂപ്പലാണ്, അല്ലെങ്കിൽ മഷ്റൂമാണ് സ്കീസോഫൈലം കമ്മ്യൂണി എന്ന് പറയുന്നത്. 23,328 23,328 ഒറ്റ സ്പീഷീസിലെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ആൻഡ് അത് ഫംഗസിൽ മാത്രമല്ല, പല വിധത്തിലുള്ള സീലേറ്റ്സിലൊക്കെ ഒന്നിലധികം ബയോളജിക്കൽ സെക്സുകൾ ഒരു സ്പീഷീസിൽ വരിക എന്ന് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഇനി ഒരു ജീവജാലം ജനിക്കുന്ന അതേ ബയോളജിക്കൽ സെക്സിൽ തന്നെ അത് മരിക്കുന്നോടം വരെ ആയിരിക്കുക എന്നതാണ് സ്വാഭാവികം. ഒരിക്കലും അല്ല. അതിൽ ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ കണ്ടു കാണും, കുട്ടികൾ എന്തായാലും കണ്ടു കാണും, ഫൈൻഡിങ് നീമോ എന്ന് പറയുന്ന ഒരു ചിത്രം, ഒരു കാർട്ടൂൺ ചിത്ര സീരീസ്. അപ്പോൾ അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ആളാണ് ക്ലൗൺ ഫിഷ് എന്ന് പറയുന്നത്. ഈ ക്ലൗൺ ഫിഷിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ പല ആൾക്കാർ, അവരിൽ മെയിലും ഫീമെയിലുമാണ്, 2 ബയോളജിക്കൽ സെക്സേ ഉള്ളൂ. പക്ഷേ ഇവർ ജനിക്കുന്നത് മെയിലായിട്ടാണ്. ഒരു പോപ്പുലേഷനിൽ ജനിക്കുന്നത് മെയിലായിട്ടാണ്. എന്നിട്ട് അവിടെ ഫീമെയിൽ മരിച്ചു പോവുകയാണ്, നശിച്ചു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ചെറുത്ത ഇമ്മച്യൂർ ആയിട്ടുള്ള മെയിൽ ഫീമെയിലായിട്ട് മാറും. അപ്പോൾ ഒരേ സ്പീഷീസിലെ ഒരേ ബയോളജിക്കൽ സെക്സ് ജനിച്ച ആൾക്കാർക്ക് ആഫ്റ്റർ സം ടൈം മറ്റൊന്നായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മെയിലായിട്ട് ജനിച്ചിട്ട് ഫീമെയിലായിട്ട് ഇവഞ്ച്വലി മാറുന്നതിനെയാണ് നമ്മൾ പ്രോട്ടോ ആൻഡ്രി ടൈപ്പ് എന്ന് വിളിക്കുന്നത്. നേരെ തിരിച്ചും സംഭവിക്കുന്ന സ്പീഷീസുകളുണ്ട്. അപ്പം ഒരു ജീവജാലം ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നോടം വരെ ഒരേ ബയോളജിക്കൽ സെക്സിൽ കാണുക എന്നതല്ല നേച്ചറിൽ കാണുന്നത്. മനുഷ്യ ഇതര ജീവജാലങ്ങളെ നോക്കിയാലും അതല്ല നോർമൽ അവസ്ഥ. അതല്ലാതെയുള്ളതും വളരെ വളരെ നോർമലാണ്. ഇനി നമ്മുടെ വീട്ടിലെല്ലാം കാണാവുന്ന അല്ലെങ്കിൽ പറമ്പിലെല്ലാം കാണാവുന്ന ഒന്നാണ് കർഷകൻ്റെ സുഹൃത്തും വഴികാട്ടിയും, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് മണ്ണിര എന്ന് പറയുന്നത്, എർത്ത് വേം എന്ന് പറയുന്നത്. മണ്ണിരകളിൽ എത്ര ബയോളജിക്കൽ സെക്സ് ആണെന്ന് അറിയാം? മണ്ണിര ഒറ്റൊരു ടൈപ്പ് ബയോളജിക്കൽ സെക്സേ ഉള്ളൂ, ഒരാൾ മാത്രമേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഒരേ തരം എന്നുള്ള അർത്ഥത്തിൽ മൊണീഷ്യസ് എന്നും പറയാറുണ്ട്. പല ജീവജാലങ്ങളിലും സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവജാലങ്ങളാണ്. 2 പേരൻസ് ഉണ്ട്, ഇതെല്ലാം ശരിയാണ്. പക്ഷെ അവരിൽ ഒറ്റൊരു തരത്തിലുള്ള ബയോളജിക്കൽ സെക്സേ ഉള്ളൂ. ആ ബയോളജിക്കൽ സെക്സിനെ വിളിക്കുന്ന പേരാണ് ഹെർമാഫ്രോഡൈറ്റുകൾ. മണ്ണിര ഒരു എക്സാമ്പിളാണ്. ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സ്, ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങൾ, നട്ടലുള്ള ജീവജാലങ്ങൾ, നട്ടില്ലാത്ത ജീവജാലങ്ങൾ കൂടുതലായിട്ട് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ ഒറ്റൊരു തരം മാത്രമേ ഉള്ളൂ. ആ ഒറ്റൊരു തരമാണ് റീപ്രൊഡക്ഷന് വിധേയമാവുന്നത്. ഇത് 2 തരത്തിലുള്ള ഹെർമാഫ്രോഡൈറ്റ്, മെയിൽ നിന്ന് ഫീമെയിൽ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, 2 തരത്തിലുള്ള ഹെർമാഫ്രോഡൈറ്റ് മണ്ണിരകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു തരം മാത്രമേ ഉള്ളൂ. ആ ഒരു തരം തന്നെ പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ, സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസിൽ തന്നെ ഒരുപാട് ജീവജാലങ്ങൾ, മെയിൽ ഫീമെയിൽ ബോഡി ടൈപ്പില്ല, എല്ലാ ഹെർമാഫ്രോഡൈറ്റുകളാണ്. അതിനെയാണ് നമ്മൾ മൊണീഷ്യസ് അല്ലെങ്കിൽ ഒരേ തരം എന്നൊക്കെയുള്ള രീതിയിൽ വിളിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ഇതാണ്: മനുഷ്യൻ ഉൾപ്പെടുന്ന സസ്തിനികളൊക്കെ വരുന്ന ഒരു ചുരുക്കം കുറേ ആനിമൽസിൽ മാത്രമാണ് ആൺ പെണ്ണെന്ന് വളരെ കൃത്യമായിട്ട് വിവേചിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ബോഡി ടൈപ്പുകളുള്ളൂ. അതിനെയാണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യനൊക്കെ ഉൾപ്പെടുന്ന കുറച്ച് ജീവജാലങ്ങളിൽ മാത്രമാണ്
ഹെട്രോസെക്ഷുവാലിറ്റി അല്ലെ, നമ്മൾ പറയുകയാണെങ്കിൽ ഹെട്രോസെക്ഷുവാലിറ്റി, രണ്ട് തരത്തിലുള്ള ബോഡി ടൈപ്പുള്ള ജീവജാലങ്ങൾ പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനാണ് ഹെട്രോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്സിലുള്ള ആൾക്കാർ പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു വസ്തുത എന്നത് മനുഷ്യൻ ഉൾപ്പെടുന്ന വളരെ ചുരുക്കം ആനിമൽ ഗ്രൂപ്പുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പം വേണമെങ്കിൽ പറഞ്ഞുകൂടെ, ലോകത്തിൽ എവല്യൂഷണറി ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബയോളജി നോക്കുകയാണെങ്കിൽ, വലിയൊരു ഭാഗം ജീവജാലങ്ങളും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സോക്കോൾ ഹോമോസെക്ഷലിയാണ്. ഒരേ തരത്തിലുള്ള ജീവജാലങ്ങളാണ് പരസ്പരം മീറ്റ് ചെയ്ത് മക്കളെ ഉണ്ടാക്കുന്നത്. ആൻഡ് നോബഡി നോസ് ദാറ്റ് എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ പോലെയുള്ള ഡെഫിനിറ്റായിട്ട് 100% ഡെഫിനിറ്റായിട്ട് മനുഷ്യർ ഉൾപ്പെടുന്ന സസ്തനികൾ ഉൾപ്പെടുന്ന ചില ജീവജാലങ്ങളിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ അല്ലെങ്കിൽ രണ്ട് ബോഡി ഫോംസ് ഉണ്ടായി വന്ന് മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഹെട്രോസെക്ഷൽ രീതിയിൽ കുട്ടികളെ ഉണ്ടാക്കുന്ന ഒരു തരം ഉണ്ടായിരുന്നതിന് ഡെഫിനിറ്റായിട്ട് ബയോളജിയിൽ ഇതുവരെ യാതൊരു എവിഡൻസും ഇല്ല. ഇച്ചിരിയോടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹെട്രോസെക്ഷുവാലിറ്റി എന്തുകൊണ്ടാണ് ചില ജീവജാലങ്ങളിൽ കാണിക്കുന്നത് എന്നതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രൂഫില്ല. പലപ്പോഴും നമ്മൾ മനുഷ്യ ലൈംഗികതയെ പറ്റി സംസാരിക്കുമ്പോഴത്തേന് ഈ നോർമൽ എന്ന് പറയുന്നത് ഹെട്രോസെക്ഷുവാലിറ്റി, അപ്പോൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല അല്ലേ. ഇറ്റ് ഈസ് നോബഡി നീഡ്സ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്, ആ രീതിയിലാണ് പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി നമുക്ക് അറിയാവുന്ന അത്ര പോലും ഹെട്രോസെക്ഷുവാലിറ്റി എന്തുകൊണ്ട് വരുന്നു എന്ന് പലപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. ബോത്ത് നീഡ് എക്സ്പ്ലനേഷൻ. അപ്പോൾ നിങ്ങൾ ഹെട്രോസെക്ഷുവാലിറ്റി നോർമലാണ് എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചതാണ്, അല്ലാതെ ഇറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ സോളിഡ് സയൻറ്റിഫിക് എവിഡൻസ്. ഇനി ജീവജാലങ്ങൾ തമ്മിൽ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടാക്കുന്നത് കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, അത് മനുഷ്യരിൽ മാത്രമല്ല പല ജീവജാലങ്ങളും കുട്ടികളെ ഉണ്ടാക്കുക, പ്രത്യുൽപാദനം നടത്തുക എന്നുള്ള ഏക ഉദ്ദേശത്തോടു കൂടിയല്ല, അറ്റ്ലീസ്റ്റ് സാമൂഹ്യ ജീവിതമുള്ള സോഷ്യൽ നേച്ചറുള്ള ജീവജാലങ്ങൾ പരസ്പരം സെക്സ്വൽ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈംഗികത എന്നത് കേവലം കുട്ടികളെ പ്രത്യുൽപാദനം നടത്താനുള്ള ഒരു മാർഗം മാത്രമല്ല, മനുഷ്യരിൽ എന്തായാലും അല്ല, ആൻഡ് പല ജീവജാലങ്ങളിലും അങ്ങനെയല്ല. പല കാരണങ്ങൾക്ക് വേണ്ടി, അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻസിന് വേണ്ടി, പരസ്പരം ബോണ്ട് ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും വസ്തുക്കളെ പങ്കുവയ്ക്കാൻ വേണ്ടി, സ്നേഹപ്രകടനത്തിന് വേണ്ടി, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ്, അതായത് മുതിർന്ന ഒരു ജീവജാലം താരതമ്യേനെ അവരുടെ ആ ഒരു ഗ്രൂപ്പിലെ ട്രൈബിലൊക്കെ വരുന്ന പുതിയ ജീവജാലമായിട്ടുള്ള കോണ്ടാക്റ്റിന് വേണ്ടി, ആൻഡ് ഫോർ എവറിത്തിങ് സെക്ഷൽ എൻജോയ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ജീവജാലങ്ങൾ സെക്ഷൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ലൈംഗികതയുടെ ഭാഗമാണ്. കേവലം കുട്ടികളെ പ്രത്യുൽപാദനം നടത്തുക എന്ന ഒരു പരിമിതമായ ഉദ്ദേശമാണ് ലൈംഗികതയ്ക്കുള്ളത് എന്നത് വളരെ തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആൻഡ് ഇത് ഫ്രാൻസ് DM വാൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, അദ്ദേഹം സയൻറ്റിഫിക് അമേരിക്കയിൽ എഴുതിയൊരു ആർട്ടിക്കിളാണ് ബോനബോ സെക്സ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോനബോസ് എന്ന് പറയുന്ന മനുഷ്യരുമായിട്ട് ഇന്ന് നമുക്ക് അവശേഷിക്കുന്ന ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ജീവജാലമാണ്. അതായത് മനുഷ്യരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചിമ്പാൻസികൾ, രണ്ട് തരത്തിലുള്ള ചിമ്പാൻസികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് കോമൺ ചിമ്പാൻസിയും മറ്റൊന്ന് ബോനബോകൾ എന്ന് വിളിക്കുന്ന ചിമ്പാൻസികളും. ഈ ബോനബോകളാണ് എവല്യൂഷണറി നോക്കുമ്പോൾ ഇന്ന് അവൈലബിൾ ആയിട്ട് മനുഷ്യരുമായിട്ട് ഏറ്റവും അടുത്ത ജീവജാലങ്ങൾ. ഓക്കെ, ബോനബോകൾ എന്ന് പറയുന്നത് ഒരു ഗൈനോസെൻട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷം അല്ലെങ്കിൽ നാരീകേന്ദ്രിതമായ ഒരു സമൂഹമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ അധികാരം പങ്കുവെക്കുന്നത് സ്ത്രീകളാണ്. ഓക്കെ, സോ ഈ സ്ത്രീകളുടെ ഇടയിൽ ഈ അധികാര പങ്കുവെക്കൽ മാത്രമല്ല, വസ്തുക്കൾ മെറ്റീരിയൽസിനെ പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഒരുപാട് ഇടങ്ങളിലാണെങ്കിൽ അവരാണെങ്കിൽ ഫീമെയിൽസിൻ്റെ ഇടയിൽ വളരെ ലൈവായിട്ട് നടക്കുന്ന ഹോമോസെക്ഷൽ ഇൻട്രാക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സെയിം സെക്സ് ഇൻട്രാക്ഷൻസ് ഉണ്ട് ബോനബുകളിൽ. അപ്പം എന്തായാലും അത് ഒരു ഫുഡ് ഷെയർ ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഫുഡ് ഷെയർ ചെയ്യുന്നതിലായാലും അവർ ആ ഒരു സൊസൈറ്റിയിൽ കുട്ടികളെ വളർത്താനുള്ള ആ ഒരു പങ്കുവെക്കലായാലും ചുമതലകളെ കൈമാറ്റം ചെയ്യുന്നതിലെല്ലാം സെയിം സെക്സ് ഇൻട്രാക്ഷൻസ്, സെക്ഷൽ ഇൻട്രാക്ഷൻസ് വളരെ 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 നോർമലാണ്. ഓക്കെ, ഇനി കുട്ടികളെ വളർത്തുക എന്ന് പറയുന്ന കാര്യത്തിൽ ഈ കുട്ടികളെ വളർത്താൻ ബ്ലാക്ക് സ്വാനുകൾ എന്ന് പറയുന്ന കറുത്ത അരയന്യങ്ങൾ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. ഈ കറുത്ത അരയന്യങ്ങളിൽ രണ്ട് രീതിയിൽ, അപ്പോൾ അവർ മോണോഗ്യാമസ് ആണെന്ന് പറയുന്നത്. അതായത് രണ്ട് പേരുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് രണ്ട് പങ്കാളികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ മരിക്കുന്നോടം വരെ ഏകദേശം ഒരു 96%, 95% അവസരങ്ങളിലും മരിക്കുന്നോടം വരെ ഒരു പേര്, അതായത് ഏക പങ്കാളിയാണ്, ജീവിതത്തിന് വേണ്ടി ഒരു പങ്കാളിയാണ് ഈ കറുത്ത അരയന്യങ്ങളിൽ. ഈ കറുത്ത അരയന്യങ്ങളുടെ കഥ നോക്കുകയാണെങ്കിൽ അവിടെയാണെങ്കിൽ ഹോമോസെക്ഷൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന സെയിം സെക്സ് പേരൻസും ഉണ്ട്, ഡിഫറെൻറ്റ് സെക്സ് പേരൻസും ഉണ്ട്. അതായത് ഒരു ആൺ അരയന്യവും പെണ്ണരയന്യവും കുട്ടികളെ വളർത്തും, അതുപോലെ തന്നെ രണ്ട് ആണരയന്യങ്ങൾ കുട്ടികളെ വളർത്തും, രണ്ട് പെണ്ണരയന്യങ്ങൾ കുട്ടികളെ വളർത്തും. അപ്പോൾ ഈ ആണരയന്യങ്ങളുടെ പേരുകളിൽ അവരിൽ ഒരാളാണെങ്കിൽ ഒരു മീറ്റിംഗ് സീസണിൻ്റെ സമയത്ത് മറ്റൊരു പെണ്ണുമായിട്ട് സെക്ഷൽ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ മുട്ടേനെ ഉൽപ്പാദിപ്പിക്കും, എഗ്ഗിനെ ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് ഇവർ തിരിച്ചു വന്നിട്ട് ഈ മെയിൽ പേര് ആ
മുട്ടേനെ ആണെങ്കിൽ വളർത്തി ഒരു കുഞ്ഞായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. ചൈൽഡ് റിയറിങ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കഥ നോക്കുന്ന സമയത്ത് കൂടുതൽ അവസരങ്ങളിലും കൂടുതൽ സക്സസ് ആയിട്ട് കുട്ടികളെ വളർത്താൻ സാധിക്കുന്നത് ഹോമോസെക്ഷൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന സെയിം സെക്സ് പേഴ്സിനാണ്. അതായത് രണ്ട് കറുത്ത അരയന്യങ്ങൾ കുട്ടീനെ ഒരു മുട്ടയിൽ നിന്നൊരു കുട്ടീനെ വളർത്താൻ വേണ്ടി, കറുത്ത അരയന്യത്തിൻ്റെ കുട്ടീനെ വളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ 80% അവസരങ്ങളിലും സക്സസ് ആയിരിക്കും. എന്നാൽ ഒരു ആണും പെണ്ണും തമ്മിലുള്ള ഗ്രൂപ്പിലാണ്, പേരിലാണെങ്കിൽ 30% അവസരങ്ങൾ മാത്രമേ സക്സസ് ആവത്തുള്ളൂ. സോ അറ്റ്ലീസ്റ്റ് ഇൻ ബ്ലാക്ക് സ്വാൻസിൻ്റെ കാര്യത്തിലെങ്കിലും അവിടുത്തെ നമ്മൾ മനുഷ്യരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹോമോസെക്ഷൽ അല്ലെങ്കിൽ സെയിം ജെൻഡറിലുള്ള അല്ലെങ്കിൽ സെയിം സെക്സിലുള്ള പേരൻസ് ആണ് കുറച്ചുകൂടി സക്സസ്ഫുൾ കുട്ടികളെ വളർത്താൻ. ഇത് ബ്ലാക്ക് സ്വാൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റൊരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം ആൽബട്രോസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലമിംഗോസ് ഉണ്ട്. പല വിധത്തിലുള്ള പക്ഷികളിലും പല വിധത്തിലുള്ള പ്രൈമേറ്റുകളിലും ഇത്തരത്തിൽ ഒരേ സെക്സിലുള്ള കപ്പിളുകളാണ് കുട്ടികളെ വളർത്താൻ കുറച്ചുകൂടി ആരോഗ്യവാനായിട്ട് കുറച്ചുകൂടി മരണനിരക്ക് കുറച്ചുകൊണ്ട് കുട്ടികളെ വളർത്താൻ സക്സസ്ഫുൾ. ഡീറ്റെയിൽ ആയിട്ട് ബയോളജിക്കൽ എക്സിബൻസ് എന്ന് പറഞ്ഞ ബ്രൂസ് എഴുതിയ ബുക്കിൽ ഇതുപോലെയുള്ള ഒരുപാട് ഇൻസിഡൻസ് വിവരിക്കുന്നുണ്ട്. ഇനി ഈ സെയിം സെക്സ് ബിഹേവിയർ എന്ന് പറയുന്ന ആനിമൽ കിൻഡത്തിൽ വളരെ സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഈ നമ്മളിപ്പം നമ്മൾ മനുഷ്യ സസ്തനികളാണല്ലോ, മാമൽസ് ആണല്ലോ. മാമൽസ് അല്ലെങ്കിൽ പക്ഷികളെ നോക്കിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ജീവജാലങ്ങളിലും സെയിം സെക്സ് ബിഹേവിയർ ഉണ്ട്. സെയിം സെക്സ് ബിഹേവിയർ ഇല്ലാത്ത സ്പീഷീസുകളാണ് നമ്മുടെ പരിമിതമായ ഇതുവരെയുള്ള അറിവിൽ കുറവ്. ഇനി അത് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം സസ്തനികൾ അല്ലെങ്കിൽ പക്ഷികളുടെ കാര്യമാണെങ്കിൽ അതങ്ങനെ മാത്രമല്ല. ഈവൻ നമ്മൾ ഇതിൽ ഫ്ലൈസിനെ എടുത്ത് നോക്കിയാലും ഈച്ചകളെ എടുത്ത് നോക്കിയാലും അവിടെ പോലും സെയിം സെക്സ് ബോണ്ടിങ് പോലുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സെയിം സെക്സ് മേറ്റിംഗ് പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഒരുപാട് ജീവജാലങ്ങളിൽ ഹെട്രോസെക്ഷൽ പെയർസ് ആണെങ്കിൽ കുട്ടികളെ ആണെങ്കിൽ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നു, ഹോമോസെക്ഷൽ പെയറുകൾ കുട്ടികളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ രണ്ടിൻ്റെയും ഏറെക്കുറെ ഒരേ സ്പീഷീസിൽ തന്നെ ഒരേ ആൾക്കാർ തന്നെ ജീവിതത്തിൽ കുറച്ച് സമയം ഒരേ സെക്സിലുള്ള ആൾക്കാരുമായിട്ട് സെക്ഷൽ കോൺടാക്റ്റ് കാണിക്കുന്നു, മറ്റ് സമയങ്ങളിൽ മറ്റ് സെക്സിലുള്ള ജീവജാലങ്ങളുമായിട്ട് സെക്ഷൽ കോൺടാക്റ്റ് കാണിക്കുന്നു. ഇത് രണ്ടും വളരെയധികം സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലുള്ള ആക്ച്വലി ഡോൾഫിൻസ് ആണ്. അപ്പോൾ ഡോൾഫിൻസിൻ്റെ കാര്യത്തിൽ അവരിൽ മെയിൽ ഡോൾഫിൻസിൻ്റെ ഇടയിൽ സെക്ഷൽ കോൺടാക്റ്റിന് അവർക്ക് 2 വഴികളുണ്ട്. ഒന്നാമതായിട്ട് ഇവരെ ഏനൽ പെനട്രേഷൻ ചെയ്യും. അത് വളരെ അധികമായിട്ട് കണ്ടിട്ടുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സസ്തനികളാണ്. സസ്തനികൾക്ക് വെള്ളത്തിൻ്റെ അടിയിൽ ശ്വസിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ നിങ്ങൾ തിമിംഗലമോ അല്ലെങ്കിൽ ഡോൾഫിൻസോ ഒക്കെ വെള്ളത്തിൻ്റെ മുകളിൽ വന്നിട്ട് അവരുടെ ബോഡിയിൽ നിന്ന് ഒരു വെള്ളം ഇങ്ങനെ തെറിക്കുന്നതോ അല്ലെങ്കിൽ എയർ തെറിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ഡോൾഫിൻസ് അല്ലെങ്കിൽ തിമിംഗലങ്ങൾ വെള്ളത്തിൽ വന്നിങ്ങനെ ബുമ്മെന്ന് പറഞ്ഞ എയർ പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടോ? അതിനാണ് ബ്ലോ ഹോൾസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ മൂക്കിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മളെപ്പോലെ തന്നെ വെള്ളത്തിൽ കാണുന്ന സസ്തനികളായിട്ടുള്ള വീൽസിനായാലും ഡോൾഫിൻസിലായാലും ശ്വസിക്കാനുള്ള മാർഗ്ഗം എന്നത് അന്തരീക്ഷ വായുവിനെ മാത്രമേ ശ്വസിക്കാൻ പറ്റത്തുള്ളൂ. മീനുകളെ പോലെ വെള്ളത്തിൽ നിന്ന് ശ്വസനം നടത്തില്ല. അപ്പോൾ അതിനെ സഹായിക്കുന്ന ബ്ലോ ഹോളിൽ, ഈ ബ്ലോ ഹോളിൽ പോയിട്ട് ഡോൾഫിൻസ് ആണെങ്കിൽ മെയിൽ ഡോൾഫിൻസിൻ്റെ സെക്ഷൽ ബിഹേവിയറിൽ ഇവർ ബ്ലോ ഹോളിൽ പെനട്രേഷൻ നടത്താറുണ്ട്. അതിനു വേണ്ടി തന്നെയുള്ള എവല്യൂഷണറി അഡാപ്റ്റേഷൻസ് നമുക്ക് കാണാൻ പറ്റും, ഘടനാ പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും. ഫീമെയിൽ ഡോൾഫിൻസിലാണെങ്കിൽ അവർ പരസ്പരം അവരുടെ ജെനിറ്റാലി അല്ലെങ്കിൽ ലൈംഗിക അവയവമാണെങ്കിൽ ഇവരുടെ ഫിൻസിൽ നീന്താൻ സഹായിക്കുന്ന ഫിൻസിൽ ഉരച്ചുകൊണ്ട് അവരത്തരത്തിലുള്ള നോൺ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെക്ഷൽ കോൺടാക്റ്റുകൾ ചെയ്യുന്നുണ്ട്. മറ്റൊരു ചിത്രം വന്നാൽ ചില ജീവജാലങ്ങൾ അവർ പ്രഗ്നൻ്റ് ആയതിനു ശേഷം, ഇപ്പോൾ ഒരു കുതിരയുടെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്, പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണെങ്കിൽ ഇതൊരു പെൺകുതിരയും പരസ്പരമാണെങ്കിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, സെക്ഷൽ കോൺടാക്റ്റിന് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിലുള്ള ലൈംഗിക ഇടപെടലുകൾ ജീവജാലങ്ങൾ നടത്താറുണ്ട്. സോ ഒരിക്കലും നമുക്കാണെങ്കിൽ കേവലം നേച്ചറിൽ കാണുന്നത് ഈ ഡിഫറെൻറ്റ് സെക്ഷൽ അല്ലെങ്കിൽ ഹെട്രോസെക്ഷുവാലിറ്റി മാത്രമാണെന്ന് പറയുന്നത് ശാസ്ത്രത്തോട് ചെയ്യുന്ന അനീതിയാണ്. ഇനി എവല്യൂഷണറി ഹിസ്റ്ററിയിൽ പരിണാമപരമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ജീവജാലങ്ങൾ വന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കുറേ തിയറീസ് ഉണ്ട്. ഏറ്റവും പ്രബലമായിട്ടുള്ള 2 തിയറീസ് എന്ന് പറയുന്നത്, ഒരു തിയറി പറയുന്നത് ഓവർ റീപ്രൊഡക്ഷനെ, അതായത് പല ജീവജാലങ്ങൾക്കും റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ അല്ലെങ്കിൽ ലൈംഗികപരമായ അഭിരുചികൾ കാണും. പക്ഷെ അവർ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ റേറ്റ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ അത് അവരുടെ സൊസൈറ്റിക്ക് ചീത്തയാണ്. അതുകൊണ്ടാണ് അവർ ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെയിം സെക്സ് ബിഹേവിയർ എന്നാണ് കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുന്നത്. മനുഷ്യർ ഇതര ജീവജാലങ്ങളിൽ സെയിം സെക്സ് ബിഹേവിയറിലേക്ക് പോകുന്നതെന്നാണ് ഒരു തിയറി. പക്ഷേ ആ തിയറിക്ക് കാര്യമായ തെളിവുകളൊന്നുമില്ല. മറ്റൊരു തിയറി പറയുന്നത് നമ്മൾ പല ജീവജാലങ്ങളെ നോക്കുകയാണെങ്കിൽ അവർ ബൈസെക്ഷലാണ്. അതായത് ഒരു ജീവജാലം അവരുടെ ലൈഫിലാണെങ്കിൽ ഹെട്രോസെക്ഷൽ ബിഹേവിയറും കാണിക്കുന്നുണ്ട്, ഹോമോസെക്ഷൽ ബിഹേവിയറും കാണിക്കുന്നുണ്ട്. വ്യത്യസ്ത
സെക്സിലുള്ള ജീവജാലങ്ങളുമായിട്ട് സെക്ഷൽ കോൺടാക്ട് ചെയ്യും, ഒരേ സെക്സിലുള്ള ജീവജാലങ്ങളുമായിട്ട് സെക്ഷൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ബൈസെക്ഷുവാലിറ്റി വളരെ സ്വാഭാവികമാണ്. അപ്പോൾ ഒരു മേജർ തിയറി സജസ്റ്റ് ചെയ്യുന്നത് ചില ജീവജാലങ്ങളിലെങ്കിലും ഈ ബൈസെക്ഷൽ ബിഹേവിയർ ഉള്ള ജീവജാലങ്ങളാണ് കൂടുതൽ സക്സസ് ആയിട്ട് കുട്ടികളെ ഉണ്ടാക്കി അല്ലെങ്കിൽ തലമുറകളിലേക്ക് കുട്ടികളെ അതായത് ജനിച്ച കുട്ടീനെ വളർത്തി ഒരു മുതിർന്ന ആളായിട്ട് മാറ്റാനുള്ള കഴിവ് ഈ ബൈസെക്ഷൽ ബിഹേവിയർ ഉള്ള ജീവജാലങ്ങൾക്കാണ് ചില സ്പീഷീസ് അല്ലെങ്കിലും സാധ്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ഒരു മേജർ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ബൈസെക്ഷുവാലിറ്റിക്ക് വേണ്ടി, അതായത് ഒരേ ജീവജാലത്തിന് ഹെറ്ററോസെക്ഷൽ നേച്ചറും കാണും ഹോമോസെക്ഷൽ നേച്ചറും കാണും. സോ ബൈസെക്ഷുവാലിറ്റിക്ക് വേണ്ടി നടന്ന എവല്യൂഷണറി അഡാപ്റ്റേഷൻസിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്നിവിടെ കാണുന്ന ഹോമോസെക്ഷൽ നേച്ചർ എന്നാണ് ഒരു തിയറി പറയുന്നത്. ആൻഡ് ദെയർ ആർ സെർട്ടൻ അതർ തിയറീസ് ദാറ്റ് സജസ്റ്റ് ദാറ്റ് ഒരു പക്ഷേ ജീവജാലങ്ങളാണെങ്കിൽ ഈ ഹോമോസെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ പങ്കെടുത്തില്ലെങ്കിൽ പോലും അവരാണെങ്കിൽ ഹെൽപ്പിംഗ് നാനീസ് എന്നൊക്കെയാണ് പൊതുവെ വിളിക്കുന്നത്. അതായത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് അവരുടെ അടുത്ത ബന്ധത്തിലുള്ള കുട്ടികളെ, അതായത് എൻ്റെ കസിനോ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അടുത്തുള്ള ഒരു ജീവജാലത്തിനെ അല്ലെങ്കിൽ തൻ്റെ സോക്കോൾഡ് ജനിതക പ്രത്യേകതകൾ കൈവരിക്കുന്ന ജീവജാലങ്ങളെ ആണെങ്കിൽ റിയർ ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. സോ ഇൻഡയറക്റ്റ്ലി ഇവരുടെയും ജീനുകൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്തതകൾ അടുത്ത തലമുറയിലേക്ക് പോകാമെന്ന് പറയുന്ന തിയറിയും അവൈലബിൾ ആണ്. ഇനി ഹോമോസെക്ഷുവാലിറ്റി ഒരു മാനസിക രോഗം ആണ് എന്ന ചിന്താഗതി വളരെ 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 തെറ്റാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. സോ 1990 ലോകാരോഗ്യ സംഘടന ഹോമോസെക്ഷുവാലിറ്റി ഒരു രീതിയിൽ ഒരു രോഗമല്ല എന്നൊരു നിലപാട് എടുക്കുന്നത്. ഇനി ഈ ഹോമോസെക്ഷുവാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിൽ സമൂഹമാണെങ്കിൽ നടത്തുന്ന വിവേചനം കൊണ്ട്, സമൂഹം നടത്തുന്ന വേർതിരിവ് കൊണ്ട് അവരിൽ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ പലപ്പോഴും മെൻ്റൽ ഇഷ്യൂസ് ആണെങ്കിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരിൽ ശരിക്കും വരേണ്ടതല്ല, പക്ഷെ സൊസൈറ്റി ഓരോ നിമിഷവും അവരെയാണെങ്കിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വിവേചനം നടത്തുന്നത് കൊണ്ടാണ് വരുന്നത് എന്നും, സോ അതിനുള്ള പരിഹാരം എന്നത് സൊസൈറ്റി കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആവുക, കുറച്ചുകൂടി ചേർത്ത് നിൽക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് മാറുക എന്ന രീതിയിലാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഇനി നമ്മൾ APയിലേക്ക് വരികയാണെങ്കിൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആയാലും അമേരിക്കൻ സൈക്കാട്രിക്കൽ അസോസിയേഷൻ ആണെങ്കിലും ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യ ലൈംഗികതയിലെ വളരെ സ്വാഭാവികമായിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു ഇടപെടലാണ്. എത്രമാത്രം ഹെറ്ററോസെക്ഷുവാലിറ്റി നോർമലാണോ അത്രമാത്രം സെയിം സെക്ഷൽ ഇൻട്രാക്ഷൻസും നോർമലാണെന്നുള്ള നിലപാടാണ് പറയുന്നത്. 1973 ഹോമോസെക്ഷുവാലിറ്റീനെ ഒരു മനോരോഗമല്ല എന്നൊരു നിലപാടിലേക്കാണെങ്കിൽ ശാസ്ത്രലോകം എത്തുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് AP റിലീസ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്ന് പറഞ്ഞൊരു ബുക്കാണ് പല മനോരോഗങ്ങളുടെ കാര്യത്തിലും ഒരു റെഫറൻസ് ടെക്സ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ആ ഒരു ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നത്. ഇനി ഹോമോസെക്ഷുവാലിറ്റി ഒരു മനോരോഗമല്ല എന്ന് പറയുന്നത് എന്തോ വോട്ടിട്ട് തീരുമാനിച്ച ഒന്നാണ് എന്നുള്ള ഒരു നുണയാണെങ്കിൽ ചരിത്രപരമായിട്ട് തന്നെ ഈ സൊസൈറ്റിയിലുള്ള പല ആൾക്കാരും പറയുന്നുണ്ട്. അതായത് വോട്ടിട്ടാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു മനോരോഗമല്ല എന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയത് എന്ന് പറയുന്നുണ്ട്. അത് പച്ചക്കള്ളമാണ്, അല്ലെ നുണ പറയുകയാണ്. സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് പേപ്പറാണ് ഔട്ട് ഓഫ് DSM, ഡീപാതോളജൈസിങ് ഹോമോസെക്ഷുവാലിറ്റി. എങ്ങനെയാണ് ഹോമോസെക്ഷുവാലിറ്റി ഒരു മനോരോഗമായ എന്ന തെറ്റായ അസംഷനിലേക്ക് ഈ APയിലുള്ള ആൾക്കാർ, സൈക്കാട്രിക് അസോസിയേഷനുള്ള ആൾക്കാർ എത്തിച്ചേർന്നതെന്നും സൈക്കോളജിക്കൽ അസോസിയേഷനുള്ള ആൾക്കാർ എത്തിച്ചേർന്നതെന്നും പിന്നീട് അത് ശാസ്ത്രീയ തെളിവിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് റിമൂവ് ചെയ്തതെന്നൊക്കെ വിവരിക്കുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പറയാം. ഒരു 19-ാം നൂറ്റാണ്ട് വരെ നമ്മൾ കാണുന്ന റിലീജിയസ് പ്രാക്ടീസും അതുപോലെ തന്നെ വൈദ്യവും പരസ്പരം വളരെ ഇൻ്റർറിലേറ്റഡ് ആയിരുന്നു. അതായത് റിലീജിയൻ, മതമായിരുന്നു വൈദ്യത്തിനെയും അല്ലെങ്കിൽ മറ്റ് സാമൂഹിക ശാസ്ത്രീയ ഇടപെടലുകളെയും ഡിക്റ്റേറ്റ് ചെയ്തിരുന്നത്. അപ്പം ഈ ഒരു 19-ാം നൂറ്റാണ്ട് വരെ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു പാപമാണ്, തെറ്റാണ്, സിന്നാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് വന്നുകൊണ്ടിരുന്നത്. അത് സമൂഹത്തിലാണെങ്കിൽ നിലനിന്നിരുന്നത് ഇവർ തന്നെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന പ്രേതബാധ, ഡിമോണിക് പൊസഷൻസ് പോലെയുള്ള പല വാക്കുകളെയും പിന്നീടാണെങ്കിൽ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ലിറ്ററേച്ചറിലെ വാക്കുകളായി മാറിയതുപോലെ തന്നെ ഈ മതപരമായ സൊഡോമി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ പാപം എന്ന് വിളിക്കുന്ന ഒരു ചിന്താഗതിയെ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ള രീതിയിലേക്ക് പുനർനാമീകരണം ചെയ്യുന്നത് ഏകദേശം 19-ാം നൂറ്റാണ്ടിലാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ചിത്രം ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. റിലീജിയൻ 19-ാം നൂറ്റാണ്ടിൽ ഇത് പാപമാണെന്ന് പറഞ്ഞു. ദിസ് ഈസ് ആക്ച്വലി എ റൈറ്റ് റെവറൻറ്റ് ഈവാ ബ്രൂൺ എന്ന് പറയുന്ന ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ബിഷപ്പാണ്. അപ്പം റിലീജിയൻ ഒരു കാലഘട്ടത്തിൽ ഇത്രമാത്രം വിവേചനം ചെയ്താലും സമൂഹം ഇന്ത്യയിലെ കാര്യമല്ല, സ്വീഡനിലെ കാര്യമാണ്. സോ സമൂഹം മുന്നോട്ട് പോകുന്നതനുസരിച്ച് മതവും കുറേ ഒരു പരിധിവരെയൊക്കെ നവീകരിക്കപ്പെടാൻ ദേ വിൽ ബി നിർബന്ധിക്കപ്പെടുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഈ ചിത്രം ഇട്ടാണ്. ഇനി ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിൽ കാതോലിക് ഇതര സഭകളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്ത്യൻ ചർച്ചസ് NCCA, നാഷണൽ ക്രിസ്ത്യൻ ചർച്ച് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ സഭകളാണെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി 2018 മുമ്പ്
കോടതിയിലാണെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റീനെ ഒരു കുറ്റമല്ല എന്ന് ആക്കണം എന്നുള്ള നിലപാടെടുത്ത ഒരു ഗ്രൂപ്പാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചിത്രയേ ഉള്ളൂ, ഒരു കാലഘട്ടത്തിൽ ഹോമോസെക്ഷൽ ആൾക്കാരെ കല്ലെറിയണം, കൊല്ലണം എന്നൊക്കെ പറഞ്ഞാൽ മതങ്ങൾ പോലും ആഫ്റ്റർ സം ടൈം സ്വയം നവീകരിക്കപ്പെടാൻ അല്ലെങ്കിൽ സോഷ്യൽ പ്രഷർ കാരണം, സാമൂഹ്യ ഇടപെടലുകൾ കാരണം നിർബന്ധിക്കപ്പെടും എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രം കാണിച്ചാണ്. എനിവേ, ഇൻ 1869 ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ള ഒരു ടെർമിനോളജി വരുന്ന ഹംഗേറിയൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള കെയ്റ്റ് ബെർണി എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ടെർമിനോളജി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതൊരു ഇൻബോണായി ജനിക്കുമ്പോൾ തന്നെ വ്യക്തികളിൽ വരുന്ന ചില പ്രത്യേകതകളാണ്, അതൊരു മനോരോഗമോ തെറ്റോ ഒന്നുമാണെന്നുള്ള ഒരു ധാരണയിലേക്ക് വന്നില്ലായിരുന്നു. എന്നാൽ ഇതിനെ ഒരു മനോരോഗമായിട്ട് പറയുന്നത് റിച്ചാർഡ് എംബിങ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മനഃശാസ്ത്ര ചിന്തകനാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെ ഡീജനറേറ്റീവ് ഡിസോർഡർ എന്നാണ് വിളിച്ചത്. അപ്പോൾ ഈ ഡീജനറേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റി മാത്രമല്ല, പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കാത്ത ബാക്കി എല്ലാ ഇടപെടലുകളും, മറ്റേ മാസ്റ്റർബേഷൻ ഉൾപ്പെടെയുള്ള പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കാത്ത ബാക്കി എല്ലാ ലൈംഗിക ഇടപെടലുകളും ഡീജനറേറ്റീവ് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലാണ് ഇദ്ദേഹം ഉൾപ്പെടുത്തിയത്. എന്നാൽ ഹോമോസെക്ഷുവാലിറ്റി ഒരു മനോരോഗമല്ല എന്നും ഇങ്ങനെ മനോരോഗമാണ് എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റിന് സ്വയം തോന്നിയൊരു തോന്നൽ മാത്രമാണ്, അതിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല എന്നുള്ള നിലപാടെടുക്കുന്നത് ഇവ്ലിൻ ഹുക്കർ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്ര ഗവേഷകയാണ്. സോ 1950 തന്നെ ഇവരാണെങ്കിൽ ഹോമോസെക്ഷുവൽ ആയിട്ടുള്ള മെയിൽ ഹോമോസെക്ഷൽസിൻ്റെയും ഹെട്രോസെക്ഷൽസിൻ്റെ ഇടയിൽ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്തിൻ്റെ ഇൻഡൈസിസിലൊന്നും കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തുന്നു. പിന്നീട് മാർട്ടിൻ പോംബ്രേ പോലെയുള്ള സയൻറ്റിസ്റ്റുകളാണെങ്കിൽ വളരെ വ്യാപകമായിട്ട് തന്നെ സമൂഹത്തിലുള്ള ഒന്നാണ് ഹോമോസെക്ഷുവാലിറ്റി, അത് ഒരിക്കലും ഒരു മനോരോഗം എന്നുള്ള രീതിയിലേക്ക്, ഒരു മെട്രിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള നിലപാടെടുക്കുന്നു. റോബർട്ട് സ്പെൻസറിനെ പോലെയുള്ള സയൻറ്റിസ്റ്റുകളാണെങ്കിൽ ഇതുവരെ ഹോമോസെക്ഷുവാലിറ്റി ഒരു മനോരോഗമാണ് എന്ന് പറഞ്ഞിരുന്നത് കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ വെളിച്ചത്തിലല്ല, വിത്തൗട്ട് എവിഡൻസ് ആണ് എന്ന് അതുവരെ പബ്ലിഷ് ചെയ്ത ആയിരക്കണക്കിന് പേപ്പറുകളെ, പ്രബന്ധങ്ങളെ മെറ്റാ അനാലിസിസ് ചെയ്ത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും ഒറ്റയടിക്ക് തന്നെ ഈ സൈക്കാട്രിക്കൽ അസോസിയേഷനിലുള്ള ആൾക്കാർ ഇത് മനോരോഗമല്ല എന്നുള്ള നിലപാടിലേക്ക് വന്നില്ല. സോ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ 1973 ഈ ഹോമോസെക്ഷുവാലിറ്റീനെ റിമൂവ് ചെയ്യണോ, ഒരു മനോരോഗം എന്നുള്ള തലക്കെട്ടിൽ നിന്ന് റിമൂവ് ചെയ്യണോ എന്നുള്ള രീതിയിൽ ഒരു സിമ്പോസിയം നടത്തുന്നു. അതിൽ ഈ പറഞ്ഞ തെളിവുകളെല്ലാം, അതായത് ആയിരക്കണക്കിന് പഠനങ്ങളെ ബേസ് ചെയ്തുള്ള റിസർച്ച് എല്ലാം പബ്ലിഷ് ചെയ്യപ്പെടുന്നു. അങ്ങനെ 1973 AP ബോർഡ് ഓഫ് ട്രസ്റ്റീസ്, ഒരു ചെറിയൊരു ഗ്രൂപ്പാണ്, അവർ ശാസ്ത്രീയ തെളിവുകളുടെ വെളിച്ചത്തിലാണെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി ഒരു മനോരോഗമല്ല എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നു. എന്നാൽ ഈ എൻറ്റയർ കമ്മ്യൂണിറ്റിയെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, സൈക്കോട്രിക് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എൻറ്റയർ കമ്മ്യൂണിറ്റിയെ നോക്കുകയാണെങ്കിൽ അവർ ഈ ശാസ്ത്രീയ തെളിവുകളെയൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. അപ്പം ഈ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാരാണ് പറയുന്നത് ഈ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് എടുത്ത തീരുമാനത്തിനെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ വോട്ടിടണം എന്ന് പറയുന്നത്. അതായത് ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ, ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി മനോരോഗമല്ല എന്ന ശാസ്ത്രീയ കണ്ടെത്തൽ അംഗീകരിക്കേണ്ട എന്ന് പറഞ്ഞ കുറേ ആൻറ്റി ഹോമോസെക്ഷൽ ആയിട്ടുള്ള അന്നത്തെ ചിന്തകർ അല്ലെങ്കിൽ റിസർച്ചേഴ്സ് ആണ് വോട്ടിടണം എന്നുള്ള തീരുമാനം പറയുന്നത്. ദാറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ഫാക്ട്. സോ അങ്ങനെ വോട്ടിട്ടപ്പോൾ എന്ത് തന്നെ സംഭവിച്ചു? ഈ പറയുന്ന സയൻറ്റിഫിക് എവിഡൻസിൽ കൃത്യമായ മാനദണ്ഡത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള നിലപാടിലേക്ക് മാറി. ഏതാണ്ട് 58%, 10,000 ആൾക്കാർ വോട്ട് ചെയ്തതിൽ 58% ആൾക്കാരും സയൻസിൻ്റെ ഒപ്പം നിന്നു. അങ്ങനെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഹോമോസെക്ഷാലിറ്റി ഒരു മനോരോഗമല്ല എന്ന് പറയുന്നത്. ഇനി നമ്മൾ സയൻസിൽ പല കാര്യങ്ങളും ഇങ്ങനെ വോട്ടിട്ടാണ് തീരുമാനിക്കുന്നത്, അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ഉദാഹരണത്തിന് 2006 ഈ ഒരു വോട്ടെന്ന് പറയുന്നത് ഒരു പ്ലൂട്ടോ ഒരു ഗ്രഹമാകണോ വേണ്ടിയോ എന്ന് അന്നത്തെ അസ്ട്രോണമിക്കൽ യൂണിയനിലെ ആൾക്കാർ, ഇൻ്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ആൾക്കാർ 2006 വോട്ടിട്ടതിൻ്റെ ചിത്രമാണ് കാണിച്ചത്. സോ പ്ലൂട്ടോ ഒരു ഗ്രഹമല്ല എന്ന് തീരുമാനിച്ചതും അടിസ്ഥാനപരമായിട്ട് എന്ത് ചെയ്ത് തന്നെയാണ്, വോട്ടിട്ടാണ്. സയൻസിലെ പല ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ വോട്ടിട്ട് തീരുമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഹോമോസെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ വെറുതെ വോട്ടിടുക മാത്രമല്ല, ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യായിരുന്നു എന്ന് കൂടി പറഞ്ഞതാണ്. ഇനി ഇത് 2019 വന്ന വളരെ വലിയൊരു പഠനമാണ്. ഏതാണ്ട് യൂറോപ്പിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകളിലെ ജനറ്റിക് സീക്വൻസുകൾ, അത് ജീനോം വൈഡ് അസോസിയേഷൻ സ്റ്റഡീസാണ്. അതായത് ജീനോമിലുള്ള നമ്മുടെ ജനിതകതയിലുള്ള DNA-യിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ജനറ്റിക്കൽ പ്രത്യേകതകളെയും അല്ലെങ്കിൽ ജനറ്റിക് ലോക്കുകളെയും പരിശോധിച്ചുകൊണ്ട് നടത്തിയ ഒരു ലാർജ് സ്കെയിൽ പഠനത്തിൽ കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടും അല്ലെങ്കിൽ വലിയൊരു അളവിലാണെങ്കിൽ ജനിതകപരമായിട്ട് തന്നെ സ്വാധീനിക്കപ്പെടുന്നതാണ്, ലൈക്ക് ഹെട്രോസെക്ഷൽ ബിഹേവിയർ എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് വരുന്നത്. ഇനി ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റിക്ക് ഒരു സിംഗിൾ ഓൺ ഓഫ് ജീൻ ഉണ്ടെന്നല്ല.
അത് ഹെട്രോസെക്ഷുവാലിറ്റിക്കും ഇല്ല. മനുഷ്യരെന്ന് പറയുന്നത് മറ്റേ ഒരുപക്ഷെ സ്കൂളിലൊക്കെ നിങ്ങൾ പഠിച്ചാണ് ഗ്രിഗർ മെൻഡലിൻ്റെ പയറുചെടിയിലെ പഠനങ്ങൾ. സോ ഗ്രിഗർ മെൻഡൽ പയറുചെടിയിൽ കാണിച്ച പോലെ ഒരു ജീൻ ഫോർ വൺ ബിഹേവിയർ, അനദർ ജീൻ ഫോർ അനദർ ബിഹേവിയർ. അങ്ങനെയല്ല, മനുഷ്യരിലെ ഇടപെടലുകൾ, ബിഹേവിയറൽ പ്രത്യേകതകൾ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ജീനുകളുടെ ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വരുന്നത്. സോ ബാക്കി എല്ലാ ബിഹേവിയറൽ ട്രേറ്റ്സും പോലെ തന്നെ ഹോമോസെക്ഷുവാലിറ്റിയും ഒരു പോളിജെനിക്കാണ്. ഒന്നിലധികം ജീനുകൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒന്നാണ്. അതിന് കൃത്യമായ ജനിതക സ്വാധീനമുണ്ടെന്നുള്ളൊരു ഡേറ്റ 2019 ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകളിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. ഇനി ജീൻ എന്ന് പറയുന്നത്, DNA എന്ന് പറയുന്നത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളാക്കുന്നത് നമ്മുടെ ബോഡിയിൽ കാണുന്ന പല വിധത്തിലുള്ള പ്രോട്ടീൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പ്രോട്ടീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്ന DNA ആണ്. DNA യിൽ നിന്ന് ചില RNAകൾ ഉണ്ടാകുന്നു, അതിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഓക്കെ, സോ ഈ DNA യിൽ നിന്ന് ഏതൊക്കെ പ്രോട്ടീൻ ഉണ്ടാകണം വേണ്ട എന്ന് സ്വാധീനിക്കാൻ സാധിക്കുന്ന ഉപരിജനിതകമായ ചില പ്രത്യേകതകളുണ്ട്. സോ അവരെയാണ് നമ്മൾ എപ്പിജെനറ്റിക് മാർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഹോമോസെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ ജനിതക പ്രത്യേകതകൾ പോലെ തന്നെ ചില എപ്പിജെനറ്റിക് മാർക്കേഴ്സ് കൂടി സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേക്ക് നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇരട്ടകൾ നോക്കുകയാണെങ്കിൽ 2 രീതിയിൽ ഇരട്ടകൾ വരാം. നമ്മൾ പൊതുവേ ഭാഷയിലൊക്കെ ഐഡൻറ്റിക്കൽ ട്വിൻസ്, ഒരേപോലെ ഇരിക്കുന്ന ഇരട്ടകൾ എന്ന് പറയാറുണ്ട്. ആൻഡ് ഫ്രറ്റേണൽ ട്വിൻസ് എന്നും പറയാറുണ്ട്. അതായത് നമ്മൾ ഒരു അണ്ടവും ബീജവും കൂടി ചേർന്നുകൊണ്ട് ആദ്യത്തെ ഒരു മനുഷ്യനായി ജനിക്കേണ്ട ആദ്യത്തെ സെല്ലിനെ, സൈഗോട്ടിനെ, സിത്താംബുജം എന്ന മറ്റോ ആണെന്നൊന്ന് മലയാളത്തിൽ പറയുന്നത്. സോ അതിനെ ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില അവസരങ്ങളിൽ അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരേ DNA യിൽ ഒരേ ജനിതക പ്രത്യേകതകളിലാണെങ്കിൽ 2 മനുഷ്യക്കുട്ടികൾ ജനിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ് അല്ലെങ്കിൽ മോണോസൈഗോട്ടിക് ട്വിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മോണോസൈഗോട്ടിക് ട്വിൻസിൻ്റെ ഇടയിലാണെങ്കിൽ അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ കുറച്ചുകൂടി ഒരുപോലെയാണ്, കുറച്ചുകൂടി സിമിലർ ആണ് എന്നുള്ള പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഐഡൻറ്റിക്കൽ ട്വിൻസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ജനിതീയത അല്ലെങ്കിൽ ഉപരിജനിതകപരമായ ഫാക്ടേഴ്സ് തന്നെ, ബയോളജിക്കൽ ഫാക്ടേഴ്സ് തന്നെയാണ് മനുഷ്യൻ്റെ സെക്ഷുവാലിറ്റിയുടെ ഒരു പ്രധാന ഘടകം എന്നാണ്. ഇനി ഒരു വ്യക്തിയുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഭിരുചി എന്നാണ് മലയാളത്തിൽ പൊതുവേ പറയാറ്, അത് മാറുന്നതാണ്. പൊതുവേ സെക്ഷൽ ഓറിയൻറ്റേഷൻസ് ഒരു വ്യക്തിയിൽ മാറുന്നത് വളരെ റെയറായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. സോ പൊതുവേ റെയറായിട്ടാണ് ഒരു വ്യക്തിയുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻസ് മാറുന്നത്. എന്നാൽ ഈ ഒരു പേപ്പർ 1980s നിന്ന് വരുന്നൊരു പേപ്പറാണ്. സോ ഈ ഒരു പേപ്പറിലാണെങ്കിൽ വൈറസ് ബാധിച്ച് ബ്രെയിനിൽ ഇൻഫ്ലമേഷൻ വന്ന ഒരാൾ, എൻസെഫലിറ്റീസ് വന്ന ഒരു പേഷ്യൻറ്റ്. അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ ഈ എൻസെഫലിറ്റീസ് വരുന്നോടം വരെ ഹെട്രോസെക്ഷൽ ആയിരുന്നു. പക്ഷേ ആഫ്റ്റർ എൻസെഫലിറ്റീസ് രോഗമൊക്കെ ക്യൂറായി. അപ്പോൾ എന്തായി മാറി? ആളാണെങ്കിൽ ഹോമോസെക്ഷൽ ബിഹേവിയർ കാണിക്കാൻ വേണ്ടി തുടങ്ങി. സോ ഇത്തരത്തിൽ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചില മാറ്റങ്ങൾ വ്യക്തികളുടെ സെക്ഷുവാലിറ്റീനെ അപൂർവമായെങ്കിലും മാറ്റാമെന്നുള്ള ചില പഠനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സോ എങ്ങനെയാണ് ജീനുകൾ അഫക്റ്റ് ചെയ്യുന്നത്? ജീനുകൾ നമ്മുടെ ബ്രെയിനിലെ ചില പ്രത്യേകതകളെ സ്വാധീനിച്ചുകൊണ്ടായിരിക്കാം. ബിക്കോസ് വി ആർ വാട്ട് അവർ ബ്രെയിൻ ഡസ് എന്നുള്ള രീതിയിൽ സ്വാധീനിച്ചുകൊണ്ടായിരിക്കാം എന്നാണ് നിലവിലെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വ്യക്തിയുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻസ് ആണെങ്കിൽ, ഒരാൾ ഹോമോസെക്ഷൽ ആയി മാറിയാൽ അതൊന്ന് മാറ്റാൻ പറ്റുമോ? ഇങ്ങനെ മാറ്റാം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിക്കാണ് കൺവേർഷൻ തെറാപ്പീസ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ കൺവേർഷൻ തെറാപ്പീസ് അത്തരത്തിൽ തെറാപ്പി എനാക്ട് ചെയ്യപ്പെടുന്ന വ്യക്തിയിൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള ലോങ് ടേമിൽ ഡാമേജ് ചെയ്യുന്ന മാനസികപരമായിട്ടുള്ള ശാരീരികപരമായിട്ടുള്ള മുറിവുകളായിരിക്കും ഉണ്ടാക്കുക. അല്ലാതെ ഒരാളുടെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇങ്ങനെ കൺവേർഷൻ തെറാപ്പി ചെയ്ത് മാറ്റാൻ പറ്റില്ല. ഇത് മാറ്റാൻ ഒരു രോഗവുമല്ല എന്നുള്ളതാണ് കൃത്യമായ ശാസ്ത്രീയ നിലപാടെന്ന് പറയുന്നത്. സോ 2007 അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഒരു ടാസ്ക് ഫോഴ്സ് ഒക്കെ എടുത്തിട്ട് 1960 മുതൽ 2007 വരെ അതുവരെ പബ്ലിഷ് ചെയ്ത ശാസ്ത്രീയ പഠനങ്ങൾ ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്തെങ്കിലും തെറാപ്പി ചെയ്ത് മാറ്റാൻ പറ്റുമോ, അല്ലെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ പഴയ പോലെ ഹെട്രോസെക്ഷൽ ആക്കാൻ പറ്റുമോ എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയുന്ന ഇടപെടലുകൾ നോക്കി. പക്ഷെ അങ്ങനെയൊന്നും സാധ്യമല്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇനിയും ഇന്ത്യയിൽ പലപ്പോഴും ഇതിൻ്റെ കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ചില ഫോംസിൽ കറക്റ്റീവ് റേപ്പ് പോലുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. അതായത് ആ വാക്ക് തന്നെ എക്സ്ട്രീംലി പ്രോബ്ലമാറ്റിക് ആണ്. പ്രത്യേകിച്ച് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഫീമെയിൽസിൻ്റെ കാര്യത്തിലൊക്കെ അവളെ ബലാത്സംഗം ചെയ്തുകൊണ്ടാണെങ്കിൽ അവളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഹെട്രോസെക്ഷലിനെ പോലെ ആക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പരിശോധനകളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് ലോങ് ടേമിലുള്ള ട്രോമയും ഡാമേജും എത്രമാത്രമാകുമെന്ന് ചിന്തിക്കാൻ പറ്റുന്നതാണ്.
ഇനി വേൾഡ് സൈക്കാട്രിക് അസോസിയേഷനും പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ നമുക്ക് കൺവേർഷൻ തെറാപ്പിയിലൂടെ ഒന്നും മാറ്റാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം രോഗമല്ല. അപ്പോൾ ഇല്ലാത്ത രോഗത്തിന് വല്ലാത്ത ചികിത്സ എന്ന് പറയുന്ന പോലെയാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനോരോഗമല്ല. അതുകൊണ്ട് തന്നെ അതിനെ കറക്റ്റ് അപ്രോച്ചുകൾ കൊടുക്കുന്നതിന് തെറ്റാണ്. എന്നാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡാമേജ് അല്ല, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. ദിസ് ഈസ് അലൻ ട്യൂറിങ്. ശരിക്കും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ജർമ്മൻ്റെ ഒരു ആധിപത്യത്തിനെ, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം 50 മില്യൺ ആളുകളുടെ 5 മില്യൺ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായ ഒരു സയൻറ്റിസ്റ്റാണ് അലൻ ട്യൂറിങ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയാലും മോഡേൺ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് അലൻ ട്യൂറിങ് എന്ന് പറയുന്നത്. സോ അലൻ ട്യൂറിങ് ആണെങ്കിൽ ഇങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനെ തോൽപ്പിക്കുന്നതിന് ഒരു പ്രധാന ഘടകമായി മാറി. കാരണം അവരാണെങ്കിൽ രഹസ്യാത്മകമായിട്ട് കമ്മ്യൂണിക്കേറ്റ്, റേഡിയോയിലൂടെ രഹസ്യാത്മകമായിട്ട് ക്രിപ്റ്റോഗ്രഫിക്കലി സംസാരിച്ചുകൊണ്ടിരുന്ന കോഡുകളെ ഡീകോഡ് ചെയ്യുന്ന ഒരു മെഷീനെ കണ്ടെത്തിക്കൊണ്ടാണ് ഇദ്ദേഹമാണെങ്കിൽ ഈ ഒരു വാർ അവസാനിപ്പിക്കാൻ കാരണമായത്. സോ ഹി വാസ് എ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ്. ഇദ്ദേഹം ഒരു ഹോമോസെക്ഷൽ ആയിരുന്നു. സോ ഹോമോസെക്ഷൽ ആയിട്ടുള്ള അലൻ ട്യൂറിങ് ആണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ വിജയത്തിന് കാരണമായി. സോ ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയോ? അദ്ദേഹത്തിനെ ആണെങ്കിൽ ഈ സോക്കോൾഡ് കൺവേർഷൻ തെറാപ്പി എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ കറക്റ്റീവ് തെറാപ്പി എന്നുള്ള പേരിൽ അദ്ദേഹത്തിനെ കെമിക്കലി കാസ്ട്രേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് വീട്ടു തടങ്കിൽ വെക്കുകയാണ് ചെയ്തത്. ബിക്കോസ് ഹി വാസ് ആൻ ഹോമോസെക്ഷൽ. ആൻഡ് അവസാനം ഡിപ്രഷൻ കാരണം അദ്ദേഹമാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. സോ ഈ അലൻ ട്യൂറിങ്ങിന് 2009 അന്നത്തെ ബ്രിട്ടൻ്റെ PM ആണെങ്കിൽ ഒരു അപ്പോളജി, ഒരു മാപ്പ് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഒരു നിലപാടെടുത്തിരുന്നു. പക്ഷേ മാപ്പ് പറഞ്ഞതുകൊണ്ടൊന്നും നമ്മൾ ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറുന്ന ഒന്നല്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത് മാറാൻ പറ്റുന്ന ഒന്നാണ്. ഹോമോസെക്ഷുവാലിറ്റി പോലെ തന്നെ മനുഷ്യരിൽ മാത്രമല്ല മറ്റു മൃഗങ്ങളിലും ബയോളജിക്കൽ സെക്സ് മാറാം എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് സയനോഹാബിഡസ് എലഗൻസ് എന്ന് പറയുന്ന ഒരു ജീവജാലം. അവിടെ പ്രധാനമായിട്ടും മെയിൽ അതുപോലെ ഹെർമാഫ്രോഡൈറ്റ് 2 രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ആൺ പെൺ ദ്വന്ദ്ങ്ങൾ ഈ ഒരു വേംസിൻ്റെ കാര്യത്തിൽ, ഈ റൗണ്ട് വേമിൻ്റെ കാര്യത്തിൽ ഹോൾഡ് ചെയ്യില്ല എന്നുള്ളൊരു തലത്തിലേക്ക് വന്നു. ഇവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആണായിട്ടുള്ള വേംസിന് അല്ലെങ്കിൽ റൗണ്ട് വേംസിനാണെങ്കിൽ ചില പ്രത്യേക ഫീഡിങ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചില കണ്ടീഷനിൽ ഹെർമാഫ്രോഡൈറ്റിനെ പോലെ മാറാൻ കഴിവുണ്ട് എന്നുള്ളൊരു ധാരണയിലേക്കാണ് കണ്ടെത്തിയത്. അപ്പം ഒരു ജീവജാലത്തിൻ്റെ ബയോളജിക്കൽ സെക്സ് എന്നത് ഒരിക്കലും മാറാതെ ഡിക്റ്റേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണെന്നുള്ള ചിന്താഗതി ശരിയല്ല. സോ നമ്മൾ APAയുടെ അല്ലെങ്കിൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ നിലപാടിൽ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ആന്തരികമായിട്ട് തോന്നുന്ന സെക്ഷലും ഇമോഷണലുമായിട്ടുള്ള അട്രാക്ഷനെ പറ്റിയാണ് പറയുന്നത്. സോ ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു പുരുഷനോടോ സ്ത്രീയോടോ അല്ലെങ്കിൽ രണ്ടുമല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ നോൺ ബൈനറി ആയിട്ടുള്ള വ്യക്തികളിലോടോ അല്ലെങ്കിൽ ജെൻഡർ ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ പറയുന്ന മെയിൽ ഫീമെയിൽ എന്നുള്ള ദ്വന്ദ്വത്തിൽ വരാത്ത വ്യക്തികളാണ്. ആൻഡ്രോഗൈനസ് എന്ന് പറയുന്ന ഒരേ സമയത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ജെൻഡർ ഐഡൻറ്റിറ്റി ഉള്ള വ്യക്തികളാണ്. സോ ഇത്തരത്തിൽ ആരോട് വേണമെങ്കിലും പല രീതിയിൽ സെക്ഷൽ ഓറിയൻറ്റേഷൻസ് തോന്നാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം ലൈംഗികതയിലുള്ള വ്യക്തികളോട് തോന്നുകയാണെങ്കിൽ അതിനെ ഹെട്രോസെക്ഷുവാലിറ്റി എന്നും, വ്യത്യസ്ത ലൈംഗികതയിലുള്ള ആൾക്കാരോടാണെങ്കിൽ അതിനെ ഹോമോസെക്ഷുവാലിറ്റി എന്നാണ് പറയുന്നത്. ചില മനുഷ്യർക്കാണെങ്കിൽ സ്വയമായിട്ട് അങ്ങനെയുള്ള സെക്ഷൽ എക്സ്പീരിയൻസുകൾ കാണില്ല. ജെൻഡർ ഐഡൻറ്റിറ്റി ഏതെങ്കിലും പ്രത്യേക ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ കാണില്ല, അല്ലെങ്കിൽ ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് ഓറിയൻറ്റേഷൻ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ കാണില്ല. അങ്ങനെയുള്ളവരെയാണ് എസെക്ഷൽ എന്ന് പറയുന്നത്. സോ ഈ പല രീതിയിൽ വ്യക്തികൾക്കാണെങ്കിൽ സെക്ഷൽ ഓറിയൻറ്റേഷൻസ് സാധ്യമാണ്. ഇനി ഒരു വ്യക്തിയുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ശാരീരികപരമായിട്ടുള്ള അടുപ്പം മാത്രം തന്നെ ആവണമെന്നില്ല, ഇമോഷണൽ ആയിട്ടുള്ള ഒരു അടുപ്പം തന്നെ തോന്നാനുള്ള സാധ്യതകളുണ്ട്. സെക്ഷൽ ഓറിയൻറ്റേഷൻ ഏതെങ്കിലും പ്രത്യേക ഡയറക്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ചില ആളുകൾക്ക് വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളോട് മാത്രമായിരിക്കും സെക്ഷൽ ഓറിയൻറ്റേഷൻ തോന്നുന്നത്. സോ അതിനെ നമ്മൾ ഡെമ്മി സെക്ഷുവാലിറ്റി എന്ന് പറയാറുണ്ട്. ചില ആളുകൾക്കാണെങ്കിൽ ഒരു പ്രത്യേകപരമായ ആൺ പെൺ എന്നുള്ള ദ്വന്ദ്വത്തിൽ നിൽക്കാത്ത വ്യക്തികളോടായിരിക്കും, നോൺ ബൈനറി ആയിട്ടുള്ള വ്യക്തികളോടായിരിക്കും സെക്ഷൽ അട്രാക്ഷൻസ് തോന്നുന്നത്. സോ പല രീതിയിലാണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ പറയുന്നത്. അത് എപ്പോഴും ഹോമോസെക്ഷൽ ആവണോ ഹെട്രോസെക്ഷൽ ആവണോ എന്നൊന്നും പറയണമെന്ന് എപ്പോഴും അതിനെ ഒരു നിയതമായിട്ടുള്ള രീതിയിലാണ് എല്ലാ മനുഷ്യരും എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് APAയുടെ ഗൈഡ് ലൈൻസ് പറയുന്നത്. ദെൻ മറ്റൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു വാദമാണ് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരാണ് കുട്ടികളെ ലൈംഗികപരമായിട്ട് ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നത് അധികവും ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു വാദഗതി പൊതുവേ വരാറുണ്ട്. അപ്പോൾ ഇതൊരു പേപ്പറാണ്. സോ 1994 വന്നിട്ടുള്ള പേപ്പറാണ്. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരിലാണോ നിന്നാണോ അല്ലെങ്കിൽ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണോ കൂടുതലായിട്ട് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നത് എന്നുള്ള ഈ ഒരു പഠനത്തിൽ അവരെ കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് കൂടുതലായിട്ട് കുട്ടികൾക്ക് നേരെ
നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നതെന്നാണ്. സോ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആൾക്കാരാണ് കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ കൂടുതൽ സാധ്യത എന്ന് പറയുന്ന വാദഗതിയും ശരിയല്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് മറ്റൊരു പേപ്പറാണ്. ഈ ഒരു പേപ്പറിൽ ഇവരാണെങ്കിൽ ജയിലിൽ അകപ്പെട്ടിട്ടുള്ള കൺവിക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ ഹെട്രോസെക്ഷൽ ഓറിയൻറ്റേഷൻ ഉള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ ഓറിയൻറ്റേഷൻ ഉള്ള ആൾക്കാർക്കാണോ കുട്ടികൾ അബ്യൂസ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അട്രാക്ഷൻസ് തോന്നുക എന്നുള്ള രീതിയിലുള്ള നടത്തിയ ഒരു പഠനമാണ്. സോ ഈ പഠനത്തിൽ ഇവർ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഹെട്രോസെക്ഷൽസ് ആയിട്ടുള്ള ആൾക്കാരാണ് കുട്ടികളിലേക്ക് അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളിലേക്കുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സെക്ഷൽ അട്രാക്ഷൻസ് കാണിക്കുന്നതിനാണ് നമ്മൾ പൊതുവെ പീഡോഫീലിയ അല്ലെങ്കിൽ പെഡോഫിലിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് കാണിക്കുന്നതെന്ന് കണ്ടെത്തിയത്. സോ എനിവേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആൾക്കാരാണ് സെക്ഷൽ അബ്യൂസ് കൂടുതൽ ചെയ്യുക എന്ന് പറയുന്ന വാദഗതിക്ക് ശരിയല്ല. പിന്നെ 2015 ഫ്രോണ്ടിയേഴ്സ് ഇൻ ന്യൂറോബയോളജിയിൽ പബ്ലിഷ് ചെയ്ത മറ്റൊരു പേപ്പർ സൂചിപ്പിക്കുന്നത് ഈവൻ ആൺകുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ പോലും, അതായത് ആൺകുഞ്ഞുങ്ങളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ പോലും അവരെപ്പോഴും ഒരു ഹോമോസെക്ഷൽ ആവണമെന്ന് നിർബന്ധമില്ല. മോർ ദാൻ 50% ഓഫ് കേസ്, 50%-ലേറെ കേസുകളിലും ഈ സെക്ഷൽ അബ്യൂസുകൾ എന്ന് പറയുന്നത് ഈ അബ്യൂസ് നടത്തുക പ്രെഡേറ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഇരയായിട്ട് ലഭിച്ചത് ഒരു ആൺകുട്ടിയായി മാറിയതുകൊണ്ട് സെക്ഷലി അബ്യൂസ് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലാണ് ന്യൂറോബയോളജി ഓഫ് പെഡോഫിലിയായിട്ട് ബന്ധപ്പെട്ട് ഫ്രോണ്ടിയേഴ്സിൽ വന്ന ഒരു റിവ്യൂ പേപ്പർ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു പൊതുവേ ഒരു വാദഗതിയാണ് മനുഷ്യൻ്റെ ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത് മെയിലും ഫീമെയിലും മാത്രമാണ്. അതുകൊണ്ട് ജെൻഡറും മെയിലും ഫീമെയിലും മാത്രമാണ്. ഇത് വ്യക്തികളുടെ ക്രോമസോംസ് നോക്കിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളൊരു വാദഗതി പറയുന്നത്. സോ ഇത്തരത്തിലുള്ള കപടശാസ്ത്രം പറഞ്ഞുകൊണ്ട്, അതായത് സയൻസ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വ്യാജപരമായുള്ള വാദഗതികൾ നടത്തിക്കൊണ്ട് കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോർദാൻ പീറ്റർസൺ. അപ്പോൾ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്. പക്ഷേ അദ്ദേഹം ആൾക്കാരോട് കള്ളമൊക്കെ പറയും, ഞാൻ ബയോളജിസ്റ്റ് ആണെന്നൊക്കെ കള്ളം പറയുന്ന ഒരാളാണ് ജോർദാൻ പീറ്റർസൺസ്. സോ ജോർദാൻ പീറ്റർസൺസ് ആണെങ്കിൽ ഒരു ട്രാൻസ് ഫീമെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം പറയാണ് അവരുടെ ശരീരത്തിലെ DNA-കളിൽ എല്ലാം മെയിൽ ക്രോമസോംസ് അല്ലെങ്കിൽ XY ക്രോമസോംസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ബോഡിയിലെ എല്ലാ സെല്ലുകളും മെയിൽ സെല്ലാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ DNA-യിൽ XY ക്രോമസോമിന് ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡിയിൽ DNA-യിലെ അല്ലെങ്കിൽ നമ്മുടെ ജനിതക പദാർത്ഥം എന്ന് വിളിക്കുന്ന DNA-നെ, ജനിതക മെറ്റീരിയലിനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോമാണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരിക്കലും ഒരു ലിവൈസ് ജീൻസ് എടുത്തിട്ട് ആ ലിവൈസ് ജീൻസിൻ്റെ എല്ലാ ത്രെഡിലും ലിവൈസ് ജീൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ DNA പാക്ക് ചെയ്താണ് ക്രോമസോംസ് ഇരിക്കുന്നത്. അപ്പം നേരെ തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ. ഡ്രസ്സിൻ്റെ അകത്ത് അല്ലേ, നൂലിൻ്റെ അകത്ത് ഡ്രസ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റാത്ത പോലെ തന്നെ DNA പാക്ക് ചെയ്താണ് ക്രോമസോംസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ XY ക്രോമസോംസ് DNA-യിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു യൂസേജ് തെറ്റാണ്. അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ജീവജാലത്തിൻ്റെ എല്ലാ സെല്ലുകളും ഇങ്ങനെ മെയിൽ സെൽ ഫീമെയിൽ സെൽസ് എന്ന് മാമൽസിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ സെക്ഷൽ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ സെല്ലുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുന്ന സമയത്ത് പല മോഡലുകളുണ്ട്. സസ്തനികൾ നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് സെൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഓട്ടോണമസ് ആയിട്ടുള്ള ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ എക്സെൻട്രിക് സെൽ സിഗ്നലിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സെല്ലിന് അതിൻ്റെ ഉള്ളിലെ DNA-നെ മാത്രം പരിശോധിച്ചുകൊണ്ട് മെയിൽ ടിപ്പിക്കൽ സെൽ ഫീമെയിൽ ടിപ്പിക്കൽ സെൽസ് എന്ന് മാറാൻ പറ്റുന്ന ജീവജാലൻ ചില പക്ഷികളുണ്ട്, അല്ലെങ്കിൽ ചില ഇൻസെക്ട്സ് ഉണ്ട്, ചില പ്രാണികളുണ്ട്. അല്ലാതെ മനുഷ്യരുടെ അല്ലെങ്കിൽ സസ്തനികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിൽ ഏത് ഗുണാടാണ് അല്ലെങ്കിൽ ആന്തരിക ലൈംഗിക അവയവം ലൈക്ക് ടെസ്റ്റിസ്, ഓവറീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണ് ആദ്യമായിട്ടുണ്ടാവുന്നത്, അതാണ് മറ്റ് സെല്ലുകൾ ഏത് രീതിയിലേക്ക് മാറണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈവൻ XX ഫീമെയിൽസിൻ്റെ കാര്യത്തിൽ അവരുടെ XX ആണ് നമ്മൾ പൊതുവേ പറയുന്ന ക്രോമസോമൽ അറേഞ്ച്മെൻറ്റ്. സെക്സ് ക്രോമസോംസിൻ്റെ കാര്യത്തിൽ മെയിൽസിൻ്റെ കാര്യത്തിൽ XY ആണ്. ഈ ഫീമെയിൽസിന് 2 XX ക്രോമസോംസ് ഉണ്ട്. അത് നോൺ റീപ്രൊഡക്റ്റീവ് കോശങ്ങൾ, ശാരീരിക കോശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിൽ ഈ 2 X ക്രോമസോംസിൽ ഒരു X ക്രോമസോംസ് പലപ്പോഴും ഇനാക്ടിവേറ്റഡ് ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇങ്ങനെ ഒരു സെല്ല് നോക്കിയിട്ട് അതൊരു ഫീമെയിൽ സെല്ല് മെയിൽ സെല്ലെന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ ശരീരത്തിൽ റീപ്രൊഡക്റ്റീവ് കോശങ്ങളുടെ പുറത്തുള്ള എല്ലാ സെല്ലുകളും മനുഷ്യ സെല്ലുകൾ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അത് ഇൻഹറൻ്റ് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആണെന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു പലപ്പോഴും ഒരു പക്ഷേ നിങ്ങൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ ചെയ്തിരിക്കാൻ സാധ്യതയുള്ള ടെസ്റ്റാണ് ബാർബോഡി ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വായിലുള്ള ചീക്കിൽ നിന്ന് കുറച്ച് സെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ XX ക്രോമസോംസ് ഉള്ള ആൾക്കാർക്ക് 2 X ക്രോമസോംസ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ നോൺ റീപ്രൊഡക്റ്റീവ് കോശങ്ങളിൽ ആ ഒരു X ക്രോമസോം ഇനാക്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ ബാർബോഡി എന്നുള്ളിരിക്കുന്നതിൽ മാറിക്കിടക്കുന്ന കാണാൻ സാധിക്കും. അതായത് ഈവൻ
അല്ലെങ്കിൽ XY ക്രോമസോമൽ അറേഞ്ച്മെൻറ്റ് ഉള്ളപ്പോൾ പോലും റീപ്രൊഡക്ഷന് സഹായിക്കാത്ത കോശങ്ങളിലാണെങ്കിൽ അതിൽ ആ ഒരു X ക്രോമസോംസാണ് പ്രധാന ജോലികൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇനിയും ഇത് മറ്റൊരു പേപ്പറാണ്. സോ ഇതിൽ 46 വയസ്സുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ മെൽബോണിലെ റോയൽ മെൽബോൺ ഹോസ്പിറ്റലിൽ പോയി. അപ്പം ജനിക്കുന്ന കുട്ടിയുടെ ക്രോമസോംസ് കണ്ടെത്താനാണ് പോയത്. അപ്പോഴാണ് അവർ ഒരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അവരുടെ ശരീരത്തിൽ കുറേ സെല്ലുകളിൽ XX അറേഞ്ച്മെൻറ്റും കുറേ സെല്ലുകളിൽ XY അറേഞ്ച്മെൻറ്റും. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ ശരീരത്തിൽ കുറേ സെല്ലുകളിൽ XX, നമ്മൾ പൊതുവേ ഫീമെയിൽസിൻ്റെ ക്രോമസോമൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന പോലെയും കുറേ സെല്ലുകളിൽ XY ആണ്. അതെങ്ങനെ സാധ്യം? അതായത് ഇതിനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഇവർ ഭ്രൂണാവസ്ഥയിൽ ഒരു സഹോദര ഭ്രൂണം കൂടി കാണാം. ഈ 2 ഭ്രൂണം കൂടി ഈ സ്ത്രീ ജനിക്കുന്നതിന് മുമ്പ് ഭ്രൂണാവസ്ഥയിൽ ഡെവലപ്പ് ചെയ്തപ്പോൾ 2 കൂടി ചേർന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇതിവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ്, കാരിയോടൈപ്പ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മൾ എത്ര പേര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ശരീരത്തിലുള്ള ഒരാളുടെ ബയോളജിക്കൽ സെക്സ് വെച്ചാൽ ക്രോമസോംസ് ഇങ്ങനെ ആയിരിക്കുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എത്ര പേര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്? സോ ഇനി ഇത് കുറച്ചുകൂടി റീസെൻ്റ് ആയിട്ട് വന്നുള്ളൊരു പേപ്പറാണ്. ഇതിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിൽ XY ക്രോമസോമൽ അറേഞ്ച്മെൻ്റ് ആയാലും XX ക്രോമസോമൽ അറേഞ്ച്മെൻ്റ് ആയാലും എപ്പോഴും XY ഉള്ള ആളുടെ ശാരീരിക ഘടനകൾ, ലൈംഗിക അവയവങ്ങൾ എപ്പോഴും മെയിലിനെ പോലെയോ XX ഉള്ളത് ഫീമെയിലിനെ പോലെ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ അങ്ങനെ വരാതെ കണ്ടീഷനെയാണ് നമ്മൾ ഡിഫറൻസ് ഓഫ് സെക്സ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ DSDs എന്ന് വിളിക്കുന്നത്. 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള DSDs കാണുമെന്നാണ് പറയുന്നത്. 100 പേരെ എടുത്താൽ അതിൽ ഒരാളിൽ ഈ പറയുന്ന എക്സാക്ട്ലി മെയിൽ ടിപ്പിക്കൽ ഫീമെയിൽ ടിപ്പിക്കൽ എന്നുള്ള രീതിയിലുള്ള ഘടനാ വളർച്ചയല്ല നടക്കുന്നത് 100 പേരിൽ ഒരാളിൽ. സോ അത്രമാത്രം കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ജെയിംസ് ബോണ്ടിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഫോർ യുവർ ഐസ് ഒള്ളി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ്. സോ കാരോലിൻ കൊസെ എന്നാണ് അവരുടെ പേര്. അവരുടെ ക്രോമസോമൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 3 Xും ഒരു Yയും ആയിരുന്നു. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ ജന്മനാ പറഞ്ഞത് ഇതൊരു ആൺകുട്ടിയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ആളൊരു ട്രാൻസ് ഫീമെയിലായിരുന്നു. സോ എങ്ങനെയാണ് തൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ സ്വന്തം വീട്ടിൽ നിന്നും കൂട്ടുകാരുടെ ഇടയിൽ നിന്നും സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നൊക്കെ വളരെ വിധത്തിലുള്ള അബ്യൂസുകൾ നേരിട്ട് കാരോലിൻ കൊസെ വന്നത് എന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി ഒരു ഉദാഹരണം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇത്തരത്തിൽ ക്രോമസോമൽ പ്രത്യേകതകളുണ്ട്. എന്നാൽ ഇവർ ട്രാൻസ്ജെൻഡർ ആയത് ഈ ക്രോമസോമൽ പ്രത്യേകത കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരാൾ ട്രാൻസ്ജെൻഡർ ആവുക എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. അയാൾ ജനിച്ച സമയത്ത് വീട്ടുകാർ അവരുടെ ജെനിറ്റാലിയോ അല്ലെങ്കിൽ ക്രോമസോംസോ നോക്കിയിട്ട് പറഞ്ഞ അതേ ജെൻഡറിലല്ല തൻ്റെ ജെൻഡർ എന്ന് ഈ സ്ത്രീ പിന്നീട് മനസ്സിലാക്കി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇനി ഇത് അമേരിക്കയിലാണെങ്കിൽ ഒരു ബയോ ബാങ്കിൽ നിന്ന് നടത്തിയൊരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏതാണ്ട് 2 ലക്ഷത്തോളം പുരുഷന്മാരുടെ ഡേറ്റ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് 500 പുരുഷന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു പുരുഷന് ഒരു അഡീഷണൽ X ക്രോമസോം അല്ലെങ്കിൽ ഒരു അഡീഷണൽ Y ക്രോമസോംസ് കാണാനുള്ള സാധ്യതയുണ്ട്. എഗെയിൻ ഐ ആം ടെല്ലിങ് ദാറ്റ് നമ്മളിൽ എത്ര പേര് ഈ പറയുന്ന ക്രോമസോംസ് ഒക്കെ പരിശോധിച്ചിട്ടാണോ സ്വന്തം ബയോളജിക്കൽ ജെൻഡർ അല്ലെങ്കിൽ സെക്സ് തീരുമാനിച്ചത്? അല്ല, ജനിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു അതുകൊണ്ട് ഇതെൻ്റെ ജെൻഡറാണ്. ഇത്രമാത്രം സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. സോ ബയോളജിക്കലി ജെൻഡർ എന്ന് പറയുന്നത് അയാളുടെ ക്രോമസോംസ് കാരണം മാത്രം നിർണ്ണയിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് ശരിയായ ഒരു കാര്യമല്ല. പിന്നെ ഒരു 1990s വരെയൊക്കെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭ്രൂണം എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ആവാൻ വേണ്ടിയാണ്. നോർമൽ ഡിഫോൾട്ട് അവസ്ഥ ഫീമെയിൽ ആവാൻ വേണ്ടിയാണ്. Y ക്രോമസോമിൽ ഒരു SRY എന്ന് പറയുന്ന ഒരു ജീനുണ്ട്, സെക്സ് ഡിറ്റർമൈനിങ് റീജിയൻ ഓഫ് Y ക്രോമസോംസ്. ഇതുണ്ടാക്കുന്ന ചില ഫാക്ടേഴ്സ് കാരണമാണ് ഫീമെയിൽ ആവേണ്ട ആൾ മെയിലായിട്ട് മാറേണ്ടത്. ഒരു ഓൺ ഓഫ് സ്വിച്ച് പോലെയാണ് മനുഷ്യരിൽ സെക്സ് തീരുമാനിക്കപ്പെടുന്നത് എന്നൊരു ധാരണയായിരുന്നു 1990s വരെയുള്ള രീതി വരുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് പിന്നീട് ഒരു 2000 കാലഘട്ടം മുതൽ തന്നെ അങ്ങനെയല്ല. കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടാണ് നടക്കുന്നത്. സോ ഭ്രൂണാവസ്ഥയിലുള്ള ഡെവലപ്മെൻറ്റിൻ്റെ പല അവസരങ്ങളിലും പല തലങ്ങളിലും മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നുള്ള രീതിയിലുള്ള നമ്മൾ പൊതുവേ ഇങ്ങനെ കളം വരച്ചിട്ട് ഫീമെയിൽസിൻ്റെ ജെനിറ്റാലെ ആന്തരിക ലൈംഗികവയവങ്ങളും ബാഹ്യ ലൈംഗികവയവങ്ങളും അവയവങ്ങളും ഒക്കെ ഇങ്ങനെ ആവണം ഇതിങ്ങനെ ആവണം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. ഒന്നിലധികം ജീനുകൾ ഒന്നിലധികം രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു വ്യക്തിയുടെ ബയോളജിക്കൽ സെക്സ് തന്നെ തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളൊരു ധാരണയാണ്. സോ അത് ക്രോമസോമൽ പ്രത്യേകത കൊണ്ടായിരിക്കാം. ആന്തരിക അവയവങ്ങൾ വരുന്ന പ്രത്യേകതകളാവാം, എക്സ്റ്റേണൽ ആവാം, ഹോർമോണൽ പ്രത്യേകതകളാവാം എന്നൊക്കെ ധാരണകൾ വന്നു. സോ ഇത്തരത്തിൽ പല രീതിയിൽ ജസ്റ്റ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പല രീതിയിൽ ഒരു വ്യക്തിയുടെ ആണെങ്കിൽ ബയോളജിക്കൽ സെക്സ്, ഞാൻ ജെൻഡറിനെ പറ്റിയല്ല സംസാരിക്കുന്നത്, ബയോളജിക്കൽ സെക്ഷൽ ക്യാരക്ടേഴ്സ് തന്നെ തീരുമാനിക്കപ്പെടാം. അതിന്
കുറച്ച് എക്സാമ്പിൾസ് ആണ്. ചില ആളുകളിൽ XY ക്രോമസോമൽ അറേഞ്ച്മെൻ്റ് ആയിരിക്കാം, പക്ഷേ അവർക്ക് ടെസ്റ്റിസ് കാണാം. ചില ആൾക്കാരിൽ ഒരേ സമയത്ത് ടെസ്റ്റിസും ഒരേ സമയത്ത് ഓവറീസും, അതായത് പുരുഷ ആന്തരിക ലൈംഗിക അവയവം എന്ന് പറയുന്ന ടെസ്റ്റിസും സ്ത്രേണ ലൈംഗിക അവയവം എന്ന് പറയുന്ന ഓവറീസും വരാവുന്ന കണ്ടീഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്കിതൊരിക്കലും ഒരു കളം വരച്ചിട്ട് ബയോളജിക്കലി തന്നെ ഒരാൾ മെയിൽ ബയോളജിക്കൽ ക്യാരക്ടർ, ഫീമെയിൽ ബയോളജിക്കൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാ മനുഷ്യരിലും ഇതുപോലെയുള്ള പല ഏറ്റക്കുറച്ചുകളുണ്ട്. ഇതൊന്നും ആരും പരിശോധിക്കാത്തത് കൊണ്ട് പലപ്പോഴും കണ്ടെത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഇത് സയൻറ്റിഫിക് അമേരിക്കയിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. സോ ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പല രീതിയിലുള്ള എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെയാണ് പല രീതിയിലുള്ള ബയോളജിക്കൽ സെക്സിൽ തന്നെ വ്യത്യാസങ്ങൾ, അതിനാണ് ഇൻ്റർസെക്സ് കണ്ടീഷൻ എന്ന് പൊതുവേ വിളിക്കുന്നത്, വരാമെന്നതിനൊരു എക്സാമ്പിൾ മാത്രം കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ വിഷ്വലൈസിങ് സെക്സ് അസ് എ സ്പെക്ട്രം സയൻറ്റിഫിക് അമേരിക്ക എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഇൻ്റർസെക്സ് ആയിട്ടുള്ള കണ്ടീഷൻ അത് പെട്ടെന്ന് തന്നെ ജനിക്കുന്ന അവസ്ഥയിൽ തന്നെ ഒരുപക്ഷെ ബാഹ്യ ലൈംഗിക അവയവങ്ങൾ കൃത്യമായിട്ട് മെയിൽ ഫീമെയിൽ എന്ന് കണ്ടെത്താൻ പറ്റാത്ത കുട്ടികളിലാണ് പെട്ടെന്ന് ഇൻ്റർസെക്സ് കണ്ടീഷൻ പൊതുവേ കണ്ടെത്തുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളെ സർജറി ചെയ്തുകൊണ്ട് ഫീമെയിലിനെ പോലെ അല്ലെങ്കിൽ മെയിലിനെ പോലെയൊക്കെ കൊണ്ടുവരണം എന്നൊരു ചിന്താഗതി പല മനുഷ്യർക്കും ഉണ്ട്. അത് ശരിയല്ല. കാരണം അങ്ങനെ ആ കുട്ടിയുടെ ലൈംഗിക അവയവം എങ്ങനെ ആവണമെന്ന് സർജറി ചെയ്തുകൊണ്ട് സോക്കോൾഡ് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് 2019 മദ്രാസ് ഹൈക്കോടതി മാറിയിരുന്നു. സോ ഇൻ്റർസെക്സ് ആയിട്ട് ജനിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇങ്ങനെ മെയിൽ ഫീമെയിൽ എന്ന് ബയോളജിക്കലി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജനിക്കുന്ന കുട്ടികൾ, അതിൽ തന്നെ ലൈംഗിക അവയവങ്ങളിൽ ഈ മെയിൽ ഫീമെയിൽ എന്നുള്ള രീതി തരംതിരിക്കാൻ പറ്റാതെ ജനിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ സർജിക്കലി മാറ്റങ്ങൾ അവരുടെ ചെറുപ്പത്തിൽ ചെയ്യില്ല. അവർ വളർന്ന് വലുതായതിനു ശേഷം അവരുടെ താല്പര്യത്തിൽ വേണം സർജറി എന്തെങ്കിലും ആവശ്യമായാൽ ചെയ്യുക എന്നുള്ള നിലപാട് മദ്രാസ് ഹൈക്കോടതിയാണെങ്കിൽ എടുത്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവും വന്നിരുന്നു. ഇന്ന് നമ്മൾ പൊതുവേ ബയോളജിക്കൽ സെക്സ് എന്ന് പറയുന്നത് 3 തലത്തിലാണ് നമ്മൾ പൊതുവേ പറയുന്നത്. ഒന്ന് ജീനുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെ ജെനറ്റിക്കൽ, ആന്തരിക ലൈംഗിക അവയവങ്ങൾ ടെസ്റ്റിസ് അല്ലെങ്കിൽ ഓവറീസ്, അതിനെ നമ്മൾ ഗൊണാഡൽ എന്ന് പറയും, ആൻഡ് ജെനിറ്റാലിയ അല്ലെങ്കിൽ നമ്മൾ ബാഹ്യ ലൈംഗിക അവയവങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് നാളികൾ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ പോലും മെയിൽ ഫീമെയിൽ എന്നുള്ള രീതിയിൽ മാത്രം തരംതിരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓൾമോസ്റ്റ് പറ്റും, എന്നാലും ഒരു ചുരുക്കം ആളുകൾ ഇൻ്റർസെക്സ് കണ്ടീഷനുള്ള ആൾക്കാർ അതിനെ പല രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെ മെയിൽ ഫീമെയിലിനെ തരംതിരിക്കാൻ പറ്റില്ല. ഇനി ഇതോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ബയോളജിക്കൽ സെക്സ് ഈ 3 ലെവലിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്, ബ്രസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടി മെയിൽ ഫീമെയിൽ എന്നുള്ള തരംതിരിപ്പ് ബുദ്ധിമുട്ടായിട്ട് മാറും. ആൻഡ് നമ്മളിത് കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് മനുഷ്യൻ്റെ ബ്രെയിൻ പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇൻ്റർസെക്സ് ആണെന്ന് പറയേണ്ടി വരും. അതായത് മെയിലിൻ്റെ മസ്തിഷ്കമല്ല ഇങ്ങനെ, ഫീമെയിലിൻ്റെ മസ്തിഷ്കമല്ല ഇങ്ങനെയെന്ന് ഒരു തരംതിരിപ്പ് സാധ്യമല്ല എന്നാണ് പേപ്പർ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു വാക്കാണ് സിസ്ജെൻഡർ അവസ്ഥ. അതായത് ചില കുട്ടികൾ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം കുട്ടികളിലും ആ കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ എക്സ്റ്റേണൽ ജെനിറ്റൽ അല്ലെങ്കിൽ ബാഹ്യ ലൈംഗിക അവയവങ്ങൾ നോക്കിയിട്ട് മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർ പറയാണ് നീ ആണാണ് അല്ലെങ്കിൽ നീ പെണ്ണാണ്. ഇതേ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി തന്നെ കുട്ടി വളർന്നതിന് ശേഷം എന്തുകൊണ്ടാണ് വഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ക്യാരി ഓൺ ചെയ്യുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തെളിവുകളില്ല. അപ്പം നമ്മൾ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടീനെ ആണെന്നോ പെണ്ണെന്നോ വിളിച്ചാൽ കുട്ടി വളർന്നതിന് ശേഷവും കുട്ടി സ്വയം എന്തുകൊണ്ട് ആണെന്നും പെണ്ണെന്നും കരുതുന്നു എന്ന് പറയാൻ പോലും കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞ് ശീലിച്ച ഒരു രീതി എന്ന് മാത്രമേ ഉള്ളൂ. സോ ട്രാൻസ്ജെൻഡറിസം മാത്രമല്ല, സിസ്ജെൻഡറിസത്തിന് പലപ്പോഴും സയൻറ്റിഫിക് ആയിട്ട് എന്തുകൊണ്ട് ആൾക്കാർ സിസ്ജെൻഡർ ആവുന്നു, ഈ മുതിർന്ന ആൾക്കാർ പറയുന്ന അതേ ജെൻഡർ ഐഡൻറ്റിറ്റി തന്നെ ഇവർ വളർന്നതിന് ശേഷവും ക്യാരി ഓൺ ചെയ്യുന്നു എന്ന കാര്യത്തിലും കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. ഇനി വ്യക്തിയുടെ ജെൻഡറിനെ തീരുമാനിക്കുന്നതിൽ ക്രോമസോമലായിട്ടുള്ള കാര്യങ്ങൾ വരാം, ഹോർമോണൽ, പ്രത്യേകിച്ച് ജനിക്കുന്നതിന് മുമ്പുള്ള പ്രീനേറ്റൽ അവസ്ഥയെന്നാണ് പറയുന്നത്, ഗർഭാവസ്ഥയിലുള്ള ഹോർമോണൽ പ്രത്യേകതകളൊക്കെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കണ്ടീഷനെ പൊതുവേ ആൾക്കാർ പറയുന്നത് മനസ്സും ശരീരവും തമ്മിലുള്ള മിസ്മാച്ച് എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ പറയുന്നത് ശരിയല്ല, അങ്ങനെ ഒരു മിസ്മാച്ച് ഇല്ല. കാരണം മനസ്സ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് എന്താണ്, മൈൻഡ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ് അല്ലേ. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് എന്താണോ ചെയ്യുന്നത്, എന്താണോ പ്രവർത്തിക്കുന്നത്, അതിനെയാണ് മനസ്സെന്ന് പറയുന്നത്. സോ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികളുടെ ബ്രെയിനിലുള്ള പെക്യുലാരിറ്റീസ് കാരണം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ ബയോളജിക്കൽ സെക്സുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കത്തില്ല അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ
ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ജെൻഡർ എന്താണ് എന്ന് വീട്ടുകാർ പറഞ്ഞു തന്നെ ആയിരിക്കണമെന്നില്ല കുട്ടി വളർന്നതിന് ശേഷം സ്വയം മനസ്സിലാക്കുന്നത്. സോ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കേവലം ക്രോമസോമൽ അറേഞ്ച്മെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ജെനിറ്റാലി കൊണ്ടോ നമുക്കൊരിക്കലും പറയാൻ പറ്റുന്ന ഒന്നല്ല. അതൊരു സെൽഫ് ഐഡൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ജെൻഡർ എന്നുള്ള വാക്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 ഘടകങ്ങളുണ്ട്. ജെൻഡർ എക്സ്പ്രഷൻ ഉണ്ട്, ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ട്. ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എങ്ങനെ വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആക്സസറീസ് ചെയ്യുന്നു, ഏത് രീതിയിൽ ഇടപെടുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളെ ചേർത്തുകൊണ്ടാണ് ജെൻഡർ എക്സ്പ്രഷൻസ് പറയുന്നത്. ഈ ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇന്ന ജെൻഡർ ഐഡൻറ്റിറ്റി ഉള്ള ആൾ പെണ്ണിങ്ങനെ ഇരിക്കണം, ആണിങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നത് പോലും ശരിയല്ല എന്നാണ് APയുടെ ഗൈഡ് ലൈൻസ് പറയുന്നത്. സോ ജെൻഡർ എന്നതിന് ഒരു സൊസൈറ്റിയിലായിട്ടുള്ള ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു ഘടകമുണ്ട്, ഒരു ആന്തരിക ഘടകമുണ്ട്. ആന്തരിക ഘടകത്തിനെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നതിനെ ജെൻഡർ എക്സ്പ്രഷൻ എന്ന് പറയുന്നു. ജെൻഡർ എക്സ്പ്രഷൻ എന്നത് സാമൂഹ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള പല കാരണങ്ങളുണ്ടായിരിക്കാം. സോ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജനിച്ച് വളർന്ന ഒരു ആണോ അല്ലെങ്കിൽ ഒരു പെണ്ണോ അല്ലെങ്കിൽ നോൺ ബൈനറി ആയിട്ടുള്ള വ്യക്തിയോ പോലെ തന്നെ ആവണമെന്നില്ല അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലുള്ള മറ്റൊരു മെയിൽ, ഫീമെയിൽ ഓർ നോൺ ബൈനറി ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. ഇനി ആവശ്യമാണ്, അതൊരു വ്യക്തിക്കും ആ വ്യക്തി എന്നുള്ള തലത്തിലാണ് നൽകേണ്ടത് എന്നാണ് APയെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾക്കാണെങ്കിൽ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ സൂചിപ്പിക്കുന്നത് ചില ആളുകൾക്ക് സാമൂഹ്യപരമായിട്ടുള്ള അഫർമേഷൻസ് ആയിരിക്കും ആവശ്യം. പേര്, അതുപോലെയുള്ള പല കാര്യങ്ങൾ, വസ്ത്രധാരണം പോലുള്ള കാര്യങ്ങളിലായിരിക്കാം. ചില ആളുകൾക്ക് ഹോർമോണൽ ആയിട്ടുള്ള അഫർമേഷൻസ് ആയിരിക്കും ആവശ്യം. ചില ആളുകൾക്ക് സർജിക്കൽ ആയിട്ടുള്ള അഫർമേഷൻസ് ആയിരിക്കും ആവശ്യം. സോ ഏത് തരത്തിലുള്ള അഫർമേഷൻസ് ആണ് ഒരു വ്യക്തിക്ക് നൽകേണ്ടത് എന്നത് ആ വ്യക്തിക്ക് യുണീക്കായിട്ട് വരുന്നതാണ്. സോ ആ വ്യക്തിക്ക് അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഹെൽത്ത് പ്രൊഫഷണലുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെ മാത്രമേ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. സോ ആ വ്യക്തിയാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് യുണീക്കാണ്. ചിലപ്പോൾ സർജിക്കൽ ആയിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമായിട്ട് വരും, ചിലപ്പോൾ ഹോർമോണൽ ആയിരിക്കാം, ചിലപ്പോൾ സൊസൈറ്റിയിൽ മാത്രമായിരിക്കാം. സോ ഇതിൽ ഏത് രീതിയിലുള്ള അഫർമേഷൻസ് ആണെന്നുള്ളത് പേഴ്സൺ സ്പെസിഫിക് ആണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ ലിവിങ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക മാത്രമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം ഒരു വാക്ക് കൂടി പറയാം. ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന വാക്ക് പൊതുവേ പറയാറുണ്ട്. ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനുള്ള മനോരോഗത്തിൻ്റെ പേരൊന്നുമല്ല. ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സപ്പോർട്ടീവ് കെയർ അവർക്ക് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജി മാത്രമാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള അഫർമേഷൻസ്, അതായത് അവർ സ്വയം കണ്ടെത്തുന്ന ജെൻഡർ ഐഡൻറ്റിറ്റിക്ക് അനുകൂലമായിട്ടുള്ള അഫർമേഷൻസ് നൽകാനുള്ള ഒരു ടെർമിനോളജി മാത്രമാണ്. അതൊരു മെൻ്റൽ ഡിസോർഡർ ഒന്നും അല്ല. ആൻഡ് മാത്രമല്ല WHO ഈ APA DSM ഇറക്കുന്നത് പോലെയാണ് WHO ഇറക്കുന്ന മറ്റൊരു ഗ്രന്ഥമാണ് ICD എന്ന് പറയുന്നത്. അതായത് പല രോഗങ്ങളെ പറ്റിയുള്ള വാക്കുകൾ. സോ ഈ ICDയിൽ ഒരു കാലഘട്ടം വരെ ട്രാൻസ്ജെൻഡർ ആവുക അല്ലെങ്കിൽ ട്രാൻസ്സെക്ഷലിസം എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ കൂടെയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്നത് കണ്ടീഷൻസ് റിലേറ്റഡ് ടു സെക്ഷുവൽ ഹെൽത്ത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു മാറ്റം WHO കൊണ്ടുവന്നത് തന്നെ ഈ ജെൻഡർ അഫർമേഷൻസ് ആവശ്യമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രാൻസ്ജെൻഡർ അവസ്ഥയുള്ള ആൾക്കാർക്ക് അത്തരത്തിലുള്ള സപ്പോർട്ടീവ് കെയർ നൽകുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇതൊരു മനോരോഗമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ അല്ല, അവർക്ക് ഉചിതമെന്നുള്ള രീതിയിൽ തങ്ങളുടെ ശരീരത്തെ ക്രമീകരിക്കാനുള്ള ഒരു സഹായം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഉള്ളതെന്നാണ് ലോകാരോഗ്യ സംഘടനയും പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ WHO കാര്യത്തിൽ ജെൻഡർ ഡിസ്ഫോറിയയ്ക്ക് പകരം ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയാണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും വ്യക്തികളുടെ ബയോളജിക്കൽ ക്യാരക്ടേഴ്സ്, ഹോർമോണൽ പ്രത്യേകതകളാവാം, ശാരീരിക ഘടനയാവാം, അതുപോലെ ഞാൻ പറയുന്നു ജെനിറ്റാലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും, ലൈംഗിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും തങ്ങൾക്ക് യോജിച്ച രീതിയിലാണെങ്കിൽ ക്രമീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ടെർമിനോളജി ഉൾപ്പെടുത്തുന്നത്. ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാലും ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറഞ്ഞാലും അതൊരു മനോരോഗമല്ല, അവർക്ക് സപ്പോർട്ടീവ് കെയറാണ് ആവശ്യമെന്നാണ് WHO പറയുന്നത്. സോ ഇങ്ങനെ ജെൻഡർ അഫേമിംഗ് ആയിട്ടുള്ള, അതായത് അവർ സ്വയം കണ്ടെത്തുന്ന ജെൻഡർ ഐഡൻറ്റിറ്റി സപ്പോർട്ട് ചെയ്യുന്ന അഫേമിംഗ് ആയിട്ടുള്ള കെയർ നൽകുന്നത് വഴി അവരുടെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളുടെ ഇടയിൽ നടക്കുന്ന സൂയിസൈഡൽ അറ്റംപ്റ്റ് ആയാലും ആത്മഹത്യാ ശ്രമങ്ങളായാലും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ അളവായാലും ഒക്കെ കുറയ്ക്കാൻ പറ്റും. സോ ശരിക്കും വ്യക്തികളുടെ ജീവിതത്തെയും ജീവനെയും, അത് സർജിക്കലായിട്ടുള്ള ഇടപെടലാവാം, ഹോർമോണൽ ആയിട്ടുള്ള ഇടപെടലാവാം, അവർക്ക് ഉചിതമായിട്ടുള്ള, തനിക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ തൻ്റേതായ താൻ സ്വയം മനസ്സിലാക്കുന്ന ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ നൽകുന്ന വഴി ഇംപ്രൂവ് ചെയ്യാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് 2022 വന്നൊരു പേപ്പറാണ്. അതുപോലെ തന്നെ
ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള യൂത്ത്, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലായാലും അവർക്ക് മെൻ്റൽ ഹെൽത്ത് അവർക്ക് ഉചിതമായിട്ടുള്ള രീതിയിലുള്ള മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ അഫേമിങ് ആയിട്ടുള്ള ഇടപെടലുകൾ ഇതൊക്കെ നൽകുന്ന വഴി ഷോർട്ട് ടേമിൽ, നേരത്തെ ഞാൻ സംസാരിച്ച ലോങ് ടേമിലാണെങ്കിൽ ഷോർട്ട് ടേമിൽ തന്നെ സ്വയം സെൽഫ് ഹാം ചെയ്യാനും അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ തോതുകൾ കുറച്ച് കൊണ്ടുവരാമെന്നാണ് 2022 വന്ന മറ്റൊരു പേപ്പർ സൂചിപ്പിക്കുന്നത്. ആൻഡ് ഇത് ജസ്റ്റ് ഒരു ഓട്ടോബയോഗ്രഫിയാണ് ബെൻ ബാരസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ. സോ അവരാണെങ്കിൽ ന്യൂറോ ബയോളജിസ്റ്റ് ആയിരുന്നു. സോ ന്യൂറോ ബയോളജിസ്റ്റ് ആയിട്ടുള്ള അവർ ട്രാൻസ്ജെൻഡർ കൂടിയാണ് ബെൻ ബാരസ്. ബെൻ ബാരൻസിൻ്റെ വീട്ടുകാർ ബെൻ ബാരസ് ജനിച്ചപ്പോൾ ഒരു ഫീമെയിൽ എന്നാണ് പറഞ്ഞത്, പക്ഷേ ബെൻ ബാരസ് ഒരു മെയിലായിരുന്നു. അപ്പോൾ ബെൻ ബാരസിൻ്റെ ഈ ബുക്കിൽ പറയുന്ന ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഇൻസിഡൻ്റ് ആണ്. സോ ബെൻ ബാരൻസ് ഒരു കമ്മിങ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് സോ കോൾഡ് ഫീമെയിൽ ഐഡൻറ്റിറ്റിയിൽ നിന്ന സമയത്ത് ഇവരേതെങ്കിലുമൊക്കെ സിമ്പോസിയത്തിലും സെമിനാറിലൊക്കെ പോകുമ്പോഴത്തേന് ഇവരെന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവരൊരു ഫീമെയിൽ ആണെന്നുള്ള രീതിയിൽ ഈ ബാക്കിയുള്ളവർ സൈലൻസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ബെൻ ബാരൻസ് സർജിക്കലി ഹോർമോണൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയിലൂടെ ഒരു മെയിൽ, അതായത് അവരൊരു ട്രാൻസ് മെയിലാണ്, സോ മെയിലായിട്ടുള്ള രീതിയിലേക്ക് മാറിയപ്പോഴത്തേനെ ബയോളജിക്കൽ ക്യാരക്ടേഴ്സ് കൂടി മാറിയപ്പോഴത്തേന് ആദ്യമൊക്കെ ഇവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ സയൻസ് സെമിനാറിൽ പോയാലും സിമ്പോസിയത്തിൽ പോയാലും ഇവർ സംസാരിക്കുന്നതിനെ ഈ സ്ത്രീ വിവേചനം ഇല്ലാതെ കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഇവരൊരു ട്രാൻസ് മെയിലാണെന്ന് പറയുമ്പോഴത്തേന് മുമ്പുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ വിവേചനം കാണിച്ചു എന്നാണ് പറയുന്നത്. ഫീമെയിൽ ആയിരുന്നപ്പോൾ വിവേചനമുണ്ട്, മെയിൽ ക്യാരക്ടേഴ്സിലേക്ക് വന്നപ്പോൾ വിവേചനം കുറഞ്ഞു, അതൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞപ്പോൾ വിവേചനം കൂടിയെന്നാണ് ബെൻ ബാരൻസ് പറയുന്നത്. സോ എന്തായാലും കുറച്ചുകൂടി ജെൻഡർ ജസ്റ്റ് ആയിട്ടുള്ള ഇടപെടലുകൾ സയൻസിൽ എങ്ങനെ സാധ്യമാകാം എന്നുള്ള രീതിയിൽ ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഒരു മാറ്റത്തിൻ്റെ ഒരു വക്താവ് എന്നുള്ള രീതിയിലും സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരു വക്താവ് എന്നുള്ള രീതിയിലും ഇടപെട്ട ഒരാളാണ് ബെൻ ബാരസ്. ഓക്കെ. ആൻഡ് വൺ മോർ തിങ്, ദർ ആർ സം പീപ്പിൾ അവർക്ക് മെയിൽ ഫീമെയിൽ എന്നുള്ള പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേന് മെയിൽ ബയോളജിക്കൽ ക്യാരക്ടറുള്ള ആൾ ഫീമെയിലോ ഫീമെയിൽ ബയോളജിക്കൽ ക്യാരക്ടറുള്ള ആൾ മെയിലായി മാറുന്നത് മാത്രമല്ല, ഈ ജനിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ പറയുന്ന ജെൻഡർ ഐഡൻറ്റിറ്റിക്ക് പുറത്ത് നിൽക്കുന്ന എല്ലാ ആളുകളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു അംബ്രല ടേമാണ് ട്രാൻസ്ജെൻഡർ എന്നത്. പൊതുവേ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനിയും ഇതിൽ തന്നെ വരാവുന്ന മറ്റൊന്നാണ് എജെൻഡർ എന്ന് പറയുന്നത്. ചില വ്യക്തികൾക്ക് ഒരു ഇൻറ്റേർണൽ ഫീലിംഗ് ഓഫ് മെയിൽ ഫീമെയിൽ ഓർ എനി ജെൻഡർ കാണണമെന്നില്ല. എജെൻഡേഴ്സ് ആയിട്ടുള്ള മനുഷ്യരുമുണ്ട്. സോ എല്ലാ മനുഷ്യർക്കും ജെൻഡർ ഉണ്ടെന്ന് പറയുന്നതും ശരിയല്ല. ചില വ്യക്തികൾക്ക് ഒരു ഇൻറ്റേർണൽ സ്വയം ഒരു ജെൻഡർ ഫീലിംഗ് ഉണ്ടാവണമെന്നും യാതൊരുവിധ നിർബന്ധവുമില്ല. ആൻഡ് ജെൻഡർ ക്യൂർ എന്ന് പറയുന്ന വാക്കാണെങ്കിൽ ഈ മെയിൽ ഫീമെയിൽ എന്ന് അടയാളപ്പെടുത്താത്ത ആൾക്കാർ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ എന്ന ഒരേ സമയത്ത് അടയാളപ്പെടുത്തുന്ന ആൾക്കാർ ജെൻഡർ ഫ്ലൂയിഡായിട്ട് ഒരു വ്യക്തിയിൽ തന്നെ ടൈം ബൗണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ബൗണ്ടഡ് ആയിട്ട് ജെൻഡർ മാറുന്ന ആൾക്കാരെയൊക്കെ പൊതുവേ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ജെൻഡർ ക്യൂർ എന്ന് പറയുന്ന ഒരു വാക്കും കൂടി. ആൻഡ് ഇന്ന് നമുക്കറിയാവുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സാണ് ഒരു വ്യക്തിയുടെ ജെൻഡർ ഐഡൻറ്റിറ്റിനെ അല്ലെങ്കിൽ അയാളുടെ സെക്ഷൽ ഓറിയൻറ്റേഷനെ തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സെക്ഷൽ ഓറിയൻറ്റേഷൻ നമ്മൾ പഠനങ്ങൾ നടന്നു. ബയോളജിക്കലി ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ബയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ട് തന്നെയാണ് നിർണ്ണയിക്കപ്പെടുന്നതെന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 2018 വന്നിട്ടുള്ള ഒരു റിവ്യൂ പേപ്പറാണ്. അപ്പോൾ ഇവർ പ്രപ്പോസ് ചെയ്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ പോളിജെനിക് ത്രെഷോൾഡ് മോഡൽ ഓഫ് ജെൻഡർ ഐഡൻറ്റിറ്റിയാണ്. അതായത് വ്യക്തികളിൽ നമ്മൾ സെക്ഷൽ ഓറിയൻറ്റേഷൻ്റെ കാര്യത്തിൽ സംസാരിച്ച പോലെ തന്നെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഒരൊറ്റ ഒരു ജീനല്ല തീരുമാനിക്കുന്നത്. അതുപോലെ ജെൻഡർ ഐഡൻറ്റിറ്റിയിലും ഒന്നിലധികം ജനിതക ഘടകങ്ങളുണ്ട്. വളരെ ചുരുക്കം ജീനുകളാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മളതിനെ മോണോജനിക് എന്നോ അല്ലെങ്കിൽ ഒളിഗോജനിക് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇവിടെ ഒന്നിലധികം ജനിതക ഘടകങ്ങളും അതുപോലെ തന്നെ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഭ്രൂണാവസ്ഥയിൽ വരുന്ന യൂട്രൈൻ എൻവയറമെൻ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഭ്രൂണാവസ്ഥയിൽ വരുന്ന എൻവയറമെൻ്റൽ ഇൻഫ്ലുവൻസ് പോലുള്ള ഘടകങ്ങൾ കൊണ്ടാവാം ജെൻഡർ ഐഡൻറ്റിറ്റി തീരുമാനിക്കപ്പെടുന്നത്. ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റിക്ക് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പാരമ്പര്യപരമായിട്ട് കടന്നു പോകാനുള്ള ഒരു ഹെറിറ്റബിൾ കോമ്പണൻറ്റ് ഉണ്ട് എന്നുകൂടിയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇത്രയും നമ്മൾ സംസാരിച്ചത് സെക്ഷൽ ഓറിയൻറ്റേഷൻ ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബയോളജിക്കൽ കാര്യങ്ങളായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മളൊരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഈ സെക്ഷൽ മൈനോറിറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതുവേ പറയുന്ന സിസ് ഹെറ്ററോനോർമേറ്റീവ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ജനിച്ച സമയത്ത് പേരൻസോ വീട്ടുകാരോ പറയുന്ന ജെൻഡർ ഐഡൻറ്റിറ്റി തന്നെ തുടരാത്ത
സിസ്ജെൻഡേഴ്സ് അല്ലാത്ത, അല്ലെങ്കിൽ ഈ പൊതുവേ പറയുന്ന ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും എന്നൊക്കെ പറയുന്ന ഹെട്രോസെക്ഷൽ ഇൻട്രാക്ഷൻസ് ഉൾപ്പെടുത്താൻ പറ്റാത്ത ജെൻഡർ മൈനോറിറ്റി ആയിട്ടുള്ള വ്യക്തികളിലേക്ക് നോക്കുകയാണെങ്കിൽ, അതിൽ തന്നെ ലെസ്ബിയൻസ് ആൻഡ് ഗേ ആൻഡ് ബൈസെക്ഷൽസിനെ സ്പെസിഫിക്കലി നോക്കുകയാണെങ്കിൽ ഏകദേശം 83% ആൾക്കാർക്കും തങ്ങളുടെ സെക്ഷൽ ഓറിയൻറ്റേഷനെ മറച്ചു വെക്കാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുന്നു എന്നാണ് 28 രാജ്യങ്ങളെ ബേസ് ചെയ്ത് 2019 നടത്തിയ പഠനം സൂചിപ്പിക്കുന്നത്. സ്വന്തം ജെൻഡർ ഐഡൻറ്റിറ്റിയെ പോലെ തന്നെ സെക്ഷൽ ഓറിയൻറ്റേഷനുമായിട്ട് സ്പെസിഫിക്കലുള്ള സ്റ്റഡിയാണ്, മറച്ചു വെക്കാൻ 83%-ലധികം ആൾക്കാർ ഫോഴ്സ് ചെയ്യപ്പെടുന്നു എന്നാണ്. സ്വന്തം ലൈംഗിക സ്വത്വത്തിൽ ജീവിക്കാൻ കഴിയാതെ പോകുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാൻ നിർബന്ധിക്കപ്പെടുന്ന വലിയൊരു ഭൂരിപക്ഷം ഇവിടെയുണ്ട്. നേരത്തെ ഞാൻ കാതൽ എന്നുള്ള സിനിമ സ്പെസിഫിക്കലി കണ്ടില്ല, എന്നാലും കാതൽ എന്ന സിനിമയുടെ ഒരു പ്ലോട്ടായിട്ട് ഞാൻ കേട്ടത് സെക്ഷൽ ഓറിയൻറ്റേഷൻ, ജെൻഡർ ഐഡൻറ്റിറ്റി അല്ല, സെക്ഷൽ ഓറിയൻറ്റേഷൻ മറച്ചു വെക്കാൻ നിർബന്ധിക്കപ്പെട്ട ഒരു കേന്ദ്ര കഥാപാത്രവും അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള മറ്റു മനുഷ്യരുടെയും ജീവിതങ്ങൾ എങ്ങനെ ദുരിതപൂർണമാകുന്നു. സൊസൈറ്റി എന്നത് സ്വന്തം സ്വത്വത്തിനെ മറച്ചു വെക്കാൻ സൊസൈറ്റി നിർബന്ധിക്കുമ്പോൾ ആളുകളുടെ ലൈഫ് ഹെല്ലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടനിൽ നിന്ന്, സോ കോൾഡ് വികസിത രാജ്യം എന്ന് പറയുന്ന ബ്രിട്ടനിൽ നിന്ന് വന്ന 2018 ഒരു പേപ്പറാണ്. അതിൽ നിന്ന് പറയുന്നത് ഏകദേശം നമ്മൾ 5-ൽ 2, അതായത് ഏതാണ്ട് 41% ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പല വിധത്തിലുള്ള വയലൻസിനും വിവേചനത്തിനും, വർക്ക് സ്പേസിലായിരിക്കാം, വീട്ടിൽ നിന്നാവാം ഒക്കെ ഏർപ്പെടുന്നുണ്ട്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷനാണ് സോ കോൾഡ് വികസിത രാജ്യങ്ങൾ ഏർപ്പെടുന്നത്. ഇന്ത്യയിൽ ഈ കണക്കുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം പ്രോപ്പറായിട്ടുള്ള സ്റ്റഡീസ് ഇന്ത്യയിൽ നിന്ന് ലഭ്യമല്ല. ആൻഡ് പ്രിമിറ്റീവ് ആയിട്ടുള്ള പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഒരു 99 അല്ലെങ്കിൽ 100% അവസരങ്ങളിലും ഇത്തരം ട്രാൻസ്ജെൻഡേഴ്സ് പല വിധത്തിലുള്ള വിവേചനങ്ങൾക്ക് വിധേയമാകുന്നു എന്നാണ്. ദെൻ പൊതുവേ ക്യൂർ എന്ന് പറയുന്നാൽ ഈ ജെൻഡർ അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റിയിൽ വരുന്ന ആളുകളെ പൊതുവേ വിളിക്കുന്ന ഒരു പേരാണ് ക്യൂർ അല്ലെങ്കിൽ LGBTQ+. ഇത്തരത്തിലുള്ള വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യരെന്ന് പറയുന്നത് സാധാരണ മനുഷ്യർ തന്നെയാണ്. പക്ഷേ അവർക്ക് സ്വന്തം സ്വത്വത്തിനെ വെളിപ്പെടുത്താൻ വളരെ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തിക്ക് തൻ്റെ ലൈംഗിക അഭിരുചികളെയും അല്ലെങ്കിൽ ലൈംഗിക സ്വത്വത്തിനെയും വെളിപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഒരു ക്ലോസറ്റിൽ അല്ലെങ്കിൽ ഒരു അലമാരിയുടെ ഉള്ളിൽ പൂട്ടി വെച്ചതുപോലെ സ്വന്തം ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സെക്ഷൽ ഓറിയൻറ്റേഷൻ മറച്ചു വെക്കാൻ നിർബന്ധിക്കപ്പെടുകയും ഈ ഒരു ക്ലോസറ്റിൻ്റെ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലായി മാറുകയും ചെയ്യുന്നു. LGBTQ എന്നതൊരു പ്രൈഡ് എന്നുള്ള അർത്ഥത്തിൽ, പ്രൈഡിൻ്റെയൊക്കെ പല വിധത്തിലുള്ള ഇടപെടലുകൾ കണ്ടിട്ടുണ്ട്. അത് മാറുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് സൊസൈറ്റി ആക്റ്റീവ്ലി ജെൻഡർ മൈനോറിറ്റി ആയിട്ടുള്ള, സെക്ഷൽ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരെ അടച്ച് അമർത്തി വെക്കാൻ വേണ്ടി അവരെ വിവേചനത്തോടു കൂടി സമീപിക്കുമ്പോൾ ഇതൊന്നുമല്ല എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടായി മാറുന്നതാണ്. സ്വന്തം ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മറച്ചു വെക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് മാത്രമല്ല അവരായിരിക്കുന്ന സമൂഹത്തിനും ഒരുപാട് ദോഷഫലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ആക്ച്വലി എപ്പിസ്റ്റമോളജി ഓഫ് ക്ലോസറ്റ് എന്ന് പറയുന്ന ഇവേ സെഗ്വിഗിൻ്റെ ഒരു ബുക്കുണ്ട്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് സ്വന്തം ജെൻഡർ അല്ലെങ്കിൽ സെക്ഷുവൽ ഐഡൻറ്റിറ്റീസ് മറച്ചു വെക്കുന്നത് കൊണ്ട് വ്യക്തികൾ വിവേചനം ചെയ്യപ്പെടുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. പീറ്റർ പാൻ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ അകത്ത് ലിറ്ററേച്ചർ വർക്കിൻ്റെ അകത്ത് എങ്ങനെയാണ് വെൻറ്റിക്ക് ചുറ്റും ഇൻവിസിബിൾ ആയിട്ടുള്ള പല മതിലുകൾ ഉണ്ടാവുന്നത്, ഇതേ രീതിയിൽ സെക്ഷൽ ആൻഡ് ജെൻഡർ മൈനോറിറ്റി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ സോ കോൾഡ് മറ്റാൾക്കാരുമായി ഇടപെടുന്ന രീതിയിൽ അവർ സ്ട്രേറ്റ് എന്ന് പറയുന്നത് പോലും ശരിയല്ല, സിസ് അല്ലെങ്കിൽ ഹെട്രോനോർമേറ്റീവ് ചിന്താഗതിയിൽ നിന്നാണ് സ്ട്രേറ്റ്, ബാക്കിയൊന്നും സ്ട്രേറ്റ് അല്ല എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള രീതിയിൽ നിർബന്ധിക്കപ്പെടുന്നത്, സ്വയം മറച്ചു വെക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് എത്രമാത്രം പ്രോബ്ലമാറ്റിക് ആണെന്ന് ഈ ബുക്കിൽ സംസാരിക്കുന്നുണ്ട്. ദെൻ 2014 നൽസാർ ജഡ്ജ്മെൻറ്റിലാണ് ഒരു വ്യക്തിയുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് സെൽഫ് എക്സ്പ്രഷൻ്റെ ഭാഗമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീഡം ഓഫ് ഇക്വാലിറ്റിയുടെ ഭാഗമാണ്, ഡിഗ്നിറ്റിയുടെ ഭാഗമാണെന്നൊക്കെയുള്ള രീതിയിൽ മനസ്സിലാക്കുകയും സെൽഫ് ഡിക്ലറേഷനാണ് ഒരു വ്യക്തിയുടെ ജെൻഡർ എന്നത് അദ്ദേഹം സെൽഫ് ഡിക്ലറേറ്റ് ചെയ്യേണ്ടതാണെന്ന വസ്തുതയിലേക്ക് ഇന്ത്യൻ നീതിപീഠം 2014 നൽസാർ ജഡ്ജ്മെൻറ്റിലാണ് വരുന്നത്. ഇതിന് ശേഷം പിന്നീട് വന്ന 2019 ആൻഡ് 2020 ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണെങ്കിൽ കൃത്യമായിട്ട് ഒരു വ്യക്തിക്ക് തന്നെ സെൽഫ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും, എൻ്റെ ജെൻഡർ എന്താണ് എന്ന് സെൽഫ് ഡിക്ലെയർ ചെയ്യാൻ. അതിനൊരു മെഡിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ്റെ ആവശ്യമില്ല എന്നാണ് നിയമം പറയുന്നത്. എങ്കിലും അത് എനാക്ട് ചെയ്യപ്പെടുന്നതിൽ പല ബുദ്ധിമുട്ടുകളും നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നുണ്ട്.
ദെൻ മദ്രാസ് ഹൈക്കോടതിയിൽ 2020 ജഡ്ജ്മെൻ്റാണ്, 2021 ജഡ്ജ്മെൻ്റാണ്. സോ അതിൻ്റെ അകത്താണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൺവേർഷൻ തെറാപ്പീസ് പോലെയുള്ള കറക്റ്റീവ് റേപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നതെന്നും അതെങ്ങനെ ഇല്ലാതാക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരുന്നു. സോ LGBTQIA+ ആയിട്ടുള്ള വ്യക്തികൾ, ലെസ്ബിയൻസ്, അതായത് ഫീമെയിൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സെക്ഷൽ പ്രിഫറൻസ് വരുന്നത്, ഗേ എന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ രീതിയിൽ ഒരുപോലെ ഉപയോഗിക്കാറുണ്ട്. എനി ജെൻഡറുള്ള വ്യക്തികളിലേക്ക് വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ജെൻഡർ ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാർ. ക്യൂർ എന്ന് പറയുന്നത് കുറച്ചുകൂടി അംബ്രല്ല ടേമിലാണ് ഉപയോഗിക്കുന്നത്. ബയോളജിക്കൽ പ്രത്യേകതകൾ കാരണം വരുന്ന ഇൻ്റർസെക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ എസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. സോ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലൈംഗിക സ്വത്വമുള്ള മനുഷ്യർക്ക് അവരായി ജീവിക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ ഇടപെടലായാലും മെഡിക്കൽ കരിക്കുലം ആയാലും അല്ലെങ്കിൽ സ്കൂളുകളിലും മറ്റുമുള്ള ട്രെയിനിങ് മൊഡ്യൂളുകളായാലും ടീച്ചേഴ്സ് ആയാലും നമ്മുടെ പോലീസ് ഫോഴ്സ് ആയാലും എല്ലാം കുറച്ചുകൂടി സെൻസിറ്റൈസ് ചെയ്യപ്പെടണമെന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരുന്നു. ദെൻ ഇന്ത്യയിൽ 2018 377 എന്ന് പറയുന്ന വളരെ വിവേചനാത്മകമായിട്ടുള്ള ആ ഒരു അതായത് ഹോമോസെക്ഷൽ ഇൻട്രാക്ഷൻസിനെ, അഡൽസിൻ്റെ ഇടയിലുള്ള ഹോമോസെക്ഷൽ ഇൻട്രാക്ഷൻസിനെ ക്രിമിനൽ കുറ്റമായി കണ്ടുകൊണ്ടിരുന്ന, അതിൻ്റെ അകത്തെ ഹോമോസെക്ഷുവാലിറ്റി ഒരു കുറ്റമല്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരുന്ന 2018. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനിൽ വന്ന ഒരു പേപ്പറാണ്. ഇന്ത്യയിലെ കോടതിയാണെങ്കിൽ ഇതിനെ ഡീക്രിമിനലൈസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട്. സോ എങ്ങനെയാണ് ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കോടതിയെ കൊണ്ടുപോയത് എന്നുകൂടി സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇതിപ്പോൾ ഈ വർഷം സംഭവിച്ചതാണ്. സോ മാരേജ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാപരമായിട്ട് സാമൂഹ്യപരമായിട്ട് ലീഗലായിട്ടുള്ള റെക്കഗ്നൈസേഷനാണ്. സോ മാരേജ് എന്നത് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമുള്ള ഒരു ഇടപെടൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിൽ നിയമപരമായി ദൗർഭാഗ്യവശാൽ ഇരിക്കുന്നത്. സോ സുപ്രീം കോടതിയാണെങ്കിൽ തൊട്ട് കഴിഞ്ഞ ജഡ്ജ്മെൻറ്റിലാണെങ്കിൽ ഈ പറയുന്ന മെയിൽ സിസ് ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല മറ്റു മനുഷ്യർക്കും പരസ്പരം പങ്കാളികളായിട്ട് ഒരു യൂണിയനിലേക്ക് വരാനുള്ള അവകാശമുണ്ട് എന്ന് അംഗീകരിച്ചപ്പോൾ തന്നെ അതവർ അംഗീകരിച്ചു. പക്ഷേ മാരിറ്റൽ റൈറ്റ് സൊസൈറ്റിയിൽ വരുന്ന നിയമപരമായിട്ട് വരുന്ന സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ പരിധിയിലാണെങ്കിൽ ഈ പറയുന്ന ക്യൂറായിട്ടുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തണം. ഈ റൈറ്റ് അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു കാര്യം സുപ്രീം കോടതി പറഞ്ഞത് അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്, അത് തീരുമാനിക്കേണ്ടത് ലെജിസ്ലേറ്റീവാണ് അല്ലെങ്കിൽ നിയമസഭയാണ് എന്നുള്ള രീതിയിലാണ്, ലോക്സഭ നിയമസഭയാണെന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഹിറ്റ്ലറിയൻ യുഗത്തിലായാലും അല്ലെങ്കിൽ മറ്റ് സോക്കോൾഡ് ഏകാധിപതികളായിട്ടുള്ള ഏതൊരു ചരിത്രത്തിൽ നോക്കിയാലും പൊതുവേ ഏകാധിപത്യ ചായ്വുള്ള സമൂഹങ്ങളാണെങ്കിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ഒന്നും അംഗീകരിക്കുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് വന്ന ഈ ഒരു ഇടപെടൽ കേട്ടിട്ട് നമ്മുടെ നിലവിലെ ഭരണകൂടം എത്രമാത്രം ഈ ഒരു റൈറ്റിനെ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിനെ ക്രമീകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. എനിവേ ഞാൻ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് പ്രധാനമായിട്ട് ഒരു ടേക്ക് ഹോം മെസ്സേജായിട്ട് എനിക്ക് പറയേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ സംസാരിച്ച സോജിസെക്കിനെ പറ്റിയാണ്. സോജിസെക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെക്ഷൽ ഓറിയൻറ്റേഷൻ ഒരു വ്യക്തിക്ക് തോന്നുന്ന ഏത് ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ജെൻഡർ എക്സ്പ്രഷൻ ഉള്ള വ്യക്തിയോടാണ് ലൈംഗിക അഭിരുചി തോന്നുന്നത്, അതാണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ. അത് ചിലവർക്ക് ഹെട്രോസെക്ഷലാണ്, വ്യത്യസ്ത സെക്ഷൽ ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരോടാണ്, ചിലവർക്ക് ഹോമോസെക്ഷലാണ്, ചില ആൾക്കാർക്ക് അങ്ങനെ പ്രത്യേക മാനദണ്ഡങ്ങളൊന്നും വരില്ല, പാൻസെക്ഷൽ, ചിലവർക്ക് സെക്ഷൽ ഓറിയൻറ്റേഷനെ കാണണമെന്നില്ല, ലൈക്ക് എസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ. ദെൻ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലായിട്ട് ഒരാൾക്ക് തോന്നുന്ന ഫീലിങ്സ് ആണ്. ഇൻറ്റേർണലായിട്ടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് അവരുടെ ജനന പ്രത്യേകതകളാൽ രൂപപ്പെടുന്നതാണ്. സോ ഒരു വ്യക്തി എത്രമാത്രം സിസ്ജെൻഡർ ആയിട്ട് ഇരിക്കുന്നതോ അത്രമാത്രം സ്വാഭാവികം തന്നെയാണ് ട്രാൻസ്ജെൻഡർ. അതിനെ ഒരു മിസ്മാച്ച് എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് ദ നോർമൽ എന്ന് പറയുന്നത്. ആൻഡ് ജെൻഡർ എക്സ്പ്രഷന് നമ്മൾ പറഞ്ഞു അത് സൊസൈറ്റിയൽ ആയിട്ടുള്ള ഒരു ഘടകം കൂടിയുണ്ട്, സാമൂഹ്യപരമായിട്ടുള്ളൊരു തലം കൂടിയുണ്ട്. ഒരേ ജെൻഡർ ഐഡൻറ്റിറ്റിയുള്ള ആൾക്കാർ ഒരേ തരത്തിലുള്ള ജെൻഡർ എക്സ്പ്രഷൻ എപ്പോഴും കാണിക്കണമെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഈവൻ സെക്ഷൽ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലായാലും ബയോളജിക്കൽ സെക്സിൻ്റെ കാര്യത്തിലായാൽ പോലും മെയിൽ ഫീമെയിൽ എന്ന് എപ്പോഴും പറയാൻ പറ്റില്ല. ചില ആൾക്കാർ ഇൻ്റർസെക്സ് കണ്ടീഷൻസ് ആണ്. ആൻഡ് ഫൈനലി ക്യൂറായിട്ടുള്ള വ്യക്തികളുടെ റൈറ്റ് എന്ന് പറയുന്നത് മനുഷ്യാവകാശമാണ്. സോ ആ മനുഷ്യാവകാശത്തിന് വേണ്ടി ചേർന്ന് നിൽക്കുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന വിവേചനം സ്വയം നടത്തുന്നില്ല. ക്യൂർ ഫോബിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവേചനം നടത്തുന്ന ആൾക്കാരെയാണ് ക്യൂർ ഫോബുകൾ എന്ന് വിളിക്കുന്നത്. വിവേചനം നടത്താതിരിക്കുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ നടക്കുന്ന വിവേചനങ്ങളോട് അത് അരുത്, അങ്ങനെ ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ശരിയല്ല. വ്യക്തികളുടെ സ്വത്വത്തിനെ അംഗീകരിക്കുക എന്നത് വളരെ
ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആക്റ്റീവ്ലി പറയുക. അതായത് ക്യൂറോഫോബിയയെ ആക്റ്റീവ്ലി എതിർക്കുക എന്നുള്ള റൈറ്റ് കൂടി എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സൊസൈറ്റിയിലാണെങ്കിൽ ഈ ഭൂരിപക്ഷ ജെൻഡർ സ്വത്വത്തിലിരിക്കുന്ന ആൾക്കാർക്ക് ജെൻഡർ മൈനോറിറ്റി ആയിട്ടുള്ള വ്യക്തികളോട് അലീഷിപ്പ് കാണിക്കാനുള്ള റൈറ്റ് ആൻഡ് ഉത്തരവാദിത്തം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ വിത്ത് ദാറ്റ് ഐ കൺക്ലൂഡ്. താങ്ക് യു വെരി മച്ച്.